ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ് ത്രൂ ദ കോണ്ടിനെൻറ്റ്സ്. ഇതിനു മുമ്പേ നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബേസിക് സയൻസ്, മലയാളം, മാത്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാഠഭാഗത്തുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ ആക്ടിവിറ്റീസും പേജ് വൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഉപകരിക്കുന്ന വിധത്തിലാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് 7th ചാപ്റ്ററാണ് ത്രൂ ദ കോണ്ടിനെൻറ്റ്സ്, ഭൂഖണ്ഡങ്ങളിലൂടെ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, കോണ്ടിനെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. ഓക്കെ, മാതേ ഈസ് ദ നെയിം ഓഫ് ദ റിവേർഡ് ഗോഡസ് ഓഫ് ദ ഫിഷർമാൻ where centuries ago Portuguese voyaged into the annals of history by dropping their anchor. അപ്പോൾ ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നങ്കൂരമിട്ട ഗോവൻ കടൽ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ റിവേർഡ് ഗോഡസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഗോഡസ് ആണ്. അവരുടെ പേരാണ്, ആ ഗോഡസിന്റെ പേരാണ് മാതേ. ഓക്കെ, Made is the name of the revered goddess of the fishermen along where centuries ago the Portuguese voyaged into the annals of history by dropping their anchor. From the Indian Ocean together, we sailed past the Pacific, the Atlantic and the storied capes where the waves of history crashed between the wind and the waves, never letting each other feel lonely. We circumnavigated the sea, time and the world. Command Abhilash Tommy. Okay, കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ അതിലെ അഭിലാഷ് ടോമി എഴുതിയ വരികളാണ്. എന്താണ്? ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക്കിലേക്കും അറ്റ്ലാന്റിക്കിലേക്കും കടന്ന് ചരിത്രങ്ങൾ തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കിടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന അദ്ദേഹത്തിൻ്റെ രചനയിൽ എഴുതിയതാണ്. ഒരു യാത്രാ വിവരണമാണ് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാ വിവരണത്തിൽ അഭിലാഷ് ടോമി അദ്ദേഹം പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി വന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്, ഒരു മലയാളി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ സമുദ്രത്തെ, സീസിനെ പറ്റിയിട്ടും അതേപോലെ കോണ്ടിനെൻസിനെ പറ്റിയൊക്കെ ഷെയർ ചെയ്യാണ്. Commander Abhilash Tommy is sharing the experience of traveling across the oceans and continents in his travelogue Kadal Ottakku Kshanichappol. He is the first Indian and Malayali sailor who went around the world without stopping in the sailboat named Madei of the Indian Navy. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. അതായത് മാതേയി എന്ന പായ്ക്കപ്പലിലാണ് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. കൂടെ മലയാളികളായ നമുക്ക് അഭിമാനിക്കാവുന്നതുമാണ്. അദ്ദേഹം ഒരു മലയാളി കൂടിയാണ്. ഇനി ദിസ് ബുക്ക് he describes how lands with unique features are spread across and are interconnected on this vast earth as he sailed from ocean to ocean. അദ്ദേഹം ഓരോ ഓഷ്യനിൽ നിന്നും വേറൊരു സമുദ്രത്തിൽ നിന്ന് സമുദ്രത്തിലേക്ക് യാത്ര ചെയ്യാണ്. അപ്പം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ലാൻഡൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും സ്പ്രെഡായി കിടക്കുന്നത്, എങ്ങനെയാണ് ലാൻഡും സീസും തമ്മിൽ ഇന്റർ കണക്റ്റഡ്, ഇതൊക്കെ അദ്ദേഹം ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഷാൽ വി ടേക്ക് അപ്പ് എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ് ജസ്റ്റ് ലൈക്ക് കമാൻഡർ അഭിലാഷ് ടോമി ഡിഡ്? അപ്പോൾ നമുക്കും അതേപോലെ തന്നെ ലോകം ചുറ്റി വന്നതുപോലെ ഒരു ലോക സഞ്ചാരം ഈ പാഠപുസ്തകത്തിലൂടെ, ചാപ്റ്ററിലൂടെ കടന്നു പോയി വന്നാലോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, Continents are large and masses that are situated among the oceans. എന്താണ് കോണ്ടിനെൻറ്റ്സ്? കോണ്ടിനെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് മാസസ്, അതായത് വലിയ കരകളാണ്. കര എന്ന് പറഞ്ഞിട്ട് ഭൂമി, ലാൻഡ് മാസസ് അതാണ് സിറ്റുവേറ്റഡ് എമംഗ് ഓഷ്യൻസ്, അതായത് സമുദ്രങ്ങൾക്കിടയിൽ, സമുദ്രമാണ് അതിൻ്റെ ഇടയിലുള്ള ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് കമ്പൈൻസ് മെനി കൺട്രീസ്. ഓരോ കോണ്ടിനെൻറ്റും ഒരുപാട്
കൺട്രീസ് ഉണ്ട്. ഈച്ച് കോണ്ടിനെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ യുണീക്ക് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഷാൾ വി എക്സാമിൻ ദ. അപ്പോൾ ഓരോ കോണ്ടിനെൻസിനും അതിൻ്റേതായിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ വാട്ട് ആർ കോണ്ടിനെൻസ്, ആ ഒരു പേജിലെ ചോദ്യമാണ്. നമുക്ക് പേജ് നമ്പർ 87. വാട്ട് ആർ കോണ്ടിനെൻസ്? അപ്പോൾ നമുക്ക് പറയാം, കോണ്ടിനെൻസ് ആർ ലാർജ് ലാൻഡ് മാസസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് ദ ഓഷ്യൻസ്. എന്താണ്? കോണ്ടിനെൻസ് ആർ ലാർജ് ലാൻഡ് മാസസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് ദ ഓഷ്യൻസ്. സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ ലാൻഡ് മാസസിനെയാണ് നമ്മൾ കോണ്ടിനെൻസ് എന്ന് പറയുന്നത്. വാട്ട് ഡു മോസ്റ്റ് കോണ്ടിനെൻസ് കൺസിസ്റ്റ് ഓഫ്? എന്താണ് ആദ്യം കോണ്ടിനെൻസിനുള്ളത്? മോസ്റ്റ് കോണ്ടിനെൻസ് കംപ്രൈസ് മെനി കൺട്രീസ്. ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഓരോ ഭൂഖണ്ഡത്തിനും ഒരുപാട് കൺട്രീസ് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 88 നോക്കാം. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, മാർക്ക് ദ നെയിംസ് ഓഫ് ദ കോണ്ടിനെൻസ് ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്, ഇതിൽ നിങ്ങൾ പേര് എഴുതണം. ഓക്കെ, നമ്മൾ എവിടെയാണ്, ഏത് ഭൂഖണ്ഡത്തിലാണ്, ഏത് കോണ്ടിനെൻസിലാണെന്ന് എല്ലാവർക്കും അറിയോ? നമ്മുടെ ഏഷ്യയിലാണല്ലേ. നമ്മുടെ ഏഷ്യ എവിടെയാണ്? ഓക്കെ, നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇതാണ് ഏഷ്യ. ഈ ഒരു ഭാഗം, അത് നമ്മുടെ ഇന്ത്യ ദാ ഇവിടെ കാണുന്നുണ്ടല്ലേ. അപ്പൊ ഇതെന്താണ്? ഇത് ഏഷ്യ ആണ്. ഓക്കെ, ഏഷ്യ. ഓക്കെ, ഏഷ്യ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒറ്റപ്പെടുത്ത് കിടക്കുന്നുണ്ട്. ഇതെന്താണ്? സൗത്ത് അമേരിക്ക ആണ്. ഇതെന്താണ്? സൗത്ത് അമേരിക്ക ആണ്. ഇത് എന്താണ്? നോർത്ത് അമേരിക്ക ആണ്. ഒക്കെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് സൗത്ത് അമേരിക്ക, ഇത് നോർത്ത് അമേരിക്ക. പിന്നെ ഇതെന്താണ്? ഇത് ആഫ്രിക്കയാണ്. ഓക്കെ, ആഫ്രിക്ക. ഇവിടെ നമുക്ക് ആഫ്രിക്ക എന്ന് എഴുതാം. ഓക്കെ, ആഫ്രിക്ക ദാ ഇവിടെ കിടക്കുന്നു. പിന്നെ ഇത് ഏഷ്യ ആണ്. പിന്നെ ഇവിടെ കാണുന്നത് എന്താണ്? നമ്മൾ ഏഷ്യ പറഞ്ഞു, ഇത് ഏഷ്യ ആണ്. അതേപോലെ ഇതെന്താണ്? യൂറോപ്പാണ്. ഓക്കെ, ഇത് യൂറോപ്പാണ്. അതേപോലെ ഇത് സൗത്ത് അമേരിക്ക എന്ന് നമ്മൾ പറഞ്ഞു, ഇത് നോർത്ത് അമേരിക്ക ആണ്. ഓക്കെ, നോർത്ത് അമേരിക്ക. ഇനി നമുക്ക് ഏതാണ്? ആഫ്രിക്ക ഉണ്ടല്ലേ. ഇനി നമുക്ക് ആഫ്രിക്ക ദാ ഇതാണ് ആഫ്രിക്ക. ഓക്കെ, ഇത് ആഫ്രിക്ക. ഓക്കെ, AFRICA, ആഫ്രിക്ക. ചെറിയ ഇവിടെ ഒന്ന് കാണുന്നുണ്ട്, അതെന്താണ്? ഓസ്ട്രേലിയ ആണ്. ഓക്കെ, ഓസ്ട്രേലിയ. ഓക്കെ, AUSTRALIA. പിന്നെ ഇവിടെ കാണുന്നത് എന്താണ്? അന്റാർട്ടിക്കയാണ്. ആൻറ്റ് എഴുതാ, അന്റാർട്ടിക്ക. ഓക്കെ, ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഷ്യൻസ് പറഞ്ഞു അല്ലേ. എന്തൊക്കെ ഓഷ്യൻസ് ഉണ്ട് നമുക്ക്? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഓക്കെ, ഇതാണ് നമ്മുടെ കോണ്ടിനെൻസ്. ഓക്കെ, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓക്കെ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അതിനിടയിൽ നിങ്ങൾ സീസ് കാണുന്നുണ്ടല്ലോ. അവിടെ ഇന്ത്യൻ ഓഷൻ ഉണ്ട്, അറ്റ്ലാന്റിക് ഓഷൻ ഉണ്ട്, പസഫിക് ഓഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് കോണ്ടിനെൻ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് കോണ്ടിനെൻറ്റ്? എ കോണ്ടിനെൻറ്റ് ഈസ് എ ലാർജ് ലാൻഡ് മാസ് ഓൺ എർത്ത്. കോണ്ടിനെൻറ്റ്സ് ആർ സറൗണ്ടഡ് ബൈ ഓഷ്യൻസ് ആൻഡ് സീസ്. സമുദ്രങ്ങളും കടലുകളാണ് ചുറ്റുപാടുള്ളത്. ഈച്ച് കോണ്ടിനെൻറ്റ്സ് ഹാസ് ഇറ്റ്സ് ഓൺ യൂണീക്ക് ഫീച്ചേഴ്സ്. ഓരോ കോണ്ടിനെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള യൂണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ക്ലൈമറ്റ്, ആനിമൽസ്, പീപ്പിൾ ആൻഡ് കൾച്ചർ. ഓക്കെ, ഫോർമോസ്റ്റ് ഇൻ സൈസ് ഇനി നമുക്ക് അടുത്ത എന്താണ്? നമ്മുടെ ഏഷ്യയെ കുറിച്ചാണ്. നമ്മൾ ഓരോ കോണ്ടിനെൻറ്റിനെ പറ്റിയിട്ട് പഠിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് ഓൺ ദ എർത്ത്. നമ്മുടെ എർത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക? ഏഷ്യ ആണ്. ഓക്കെ, അവർ കൺട്രി ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ഏഷ്യ. നമ്മുടെ കൺട്രിയായ ഇന്ത്യ എവിടെയാണ്? ഏത് കോണ്ടിനെൻറ്റിലാണ്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഇൻ ഏഷ്യ. ഏഷ്യയിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ കംപ്രൈസസ് ഓൾമോസ്റ്റ് 1/3 ഓഫ് ലാൻഡ് ഏരിയ ഓഫ് ദ എർത്ത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത്
എന്താണ് 1/3 ഓഫ് എർത്ത് ആണ്. അതായത് നമ്മുടെ ഭൂമിയുടെ ലാൻഡില്ലേ, ഭൂമി എന്ന് പറയുമ്പം ലാൻഡും സീസൊക്കെ ഉണ്ട്. അപ്പം അതിൽ ലാൻഡ് ഏരിയയിൽ ഏകദേശം 1/3 എന്തുണ്ട്, ഏഷ്യ ഉണ്ട്. അപ്പം ഏഷ്യയുടെ വലിപ്പം നമുക്ക് ഊഹിക്കാം, അത്രയും വലിയൊരു കോണ്ടിനെൻ്റ് ആണ് നമ്മുടെ ഏഷ്യ. ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ദ ബോർഡേഴ്സ് ഓഫ് ഏഷ്യ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ നോക്കുക, നിങ്ങൾ എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഏഷ്യയുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ ശ്രദ്ധിച്ച് വെക്കുക. അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, പസഫിക് ഓഷ്യൻ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഇവിടെ എന്താണ്, പസഫിക് ഓഷ്യൻ ഉണ്ട്. ഈസ്റ്റ് എന്താണ്, പസഫിക് ഓഷ്യൻ ഉണ്ട്. വെസ്റ്റ് യൂറോപ്പും ഉണ്ട് അല്ലേ, വെസ്റ്റ് യൂറോപ്പും ഉണ്ട്, ഈസ്റ്റ് പസഫിക് ഓഷ്യനും ഉണ്ട്. പിന്നെ സൗത്ത് എന്താണ്, സൗത്ത് ഇന്ത്യൻ ഓഷ്യൻ ആണ്. എന്താണ്, ഇന്ത്യൻ ഓഷ്യൻ ആണ് സൗത്ത് ഉള്ളത്. പിന്നെ നോർത്ത് എന്താണ്, നോർത്ത് ആർട്ടിക് ഓഷ്യൻ ആണ് ഉള്ളത്. ഓക്കെ, നോർത്ത് ആർട്ടിക് ഓഷ്യൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് നോക്കാം. ഇനി നമുക്ക് ഏഷ്യ ഒന്ന് പരിചയപ്പെടാം. ഏഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓൺ വിച്ച് സൈഡ് ഓഫ് ഏഷ്യ ഈസ് എ ലാൻഡ് ബോർഡർ. അപ്പോൾ ഏത് സൈഡിലാണ് ലാൻഡ് ഉള്ളത്, വെസ്റ്റ് സൈഡിലാണ്. വെസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ വെസ്റ്റ് യൂറോപ്പാന്ന് പറഞ്ഞു. സൗത്തും നോർത്തും ഈസ്റ്റും എന്താണ്, പസഫിക് ഓഷ്യൻ ആണ് അല്ലേ. സൗത്തും നോർത്തും ഈസ്റ്റും, വെസ്റ്റിൽ മാത്രമാണ് ഒരു ലാൻഡ് ഉള്ളത്. ആ ലാൻഡ് ഏതാണ്, ആ ലാൻഡ് യൂറോപ്പാണ് അല്ലേ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ കണ്ടല്ലോ യൂറാൽ മൗണ്ടെയ്ൻസ്. ഇതെന്താണ്, യൂറാൽ മൗണ്ടെയ്ൻസ്. എന്താണ് യൂറാൽ മൗണ്ടെയ്ൻസിന്റെ പ്രത്യേകത? The Ural Mountains range is situated on the western side of Asia, separate Europe and Asia. അപ്പോൾ യൂറോപ്പിനെയും ഏഷ്യനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്. അതിൻ്റെ പേരാണ് യൂറൽ പർവ്വതനിര അല്ലെ യൂറൽ മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് മൗണ്ടെയിൻ റേഞ്ച് സെപ്പറേറ്റ്സ് ദ യൂറോപ്പ് ആൻഡ് ഏഷ്യ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, the Ural mountain ranges situated on the western side of Asia separate Europe and Asia. Let us get familiarized with some geographical features of Asia. ഏഷ്യയുടെ വേറെ കുറച്ച് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. The Himalayan mountains were the highest peak in the world. Mount Everest is situated in Asia. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏതാണ്, ഏറ്റവും ഹയസ്റ്റ് പീക്ക് എവറസ്റ്റ് ആണ്. എവറസ്റ്റ് എവിടെയാണ്, ഹിമാലയത്താണ്. ആ ഹിമാലയ പർവ്വതം എവിടെയാണുള്ളത്, നമ്മുടെ ഏഷ്യയിലാണ് ഉള്ളത്. പിന്നെ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം, അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മൗണ്ടൻസ് ഇൻ ഏഷ്യ നമുക്ക് ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏഷ്യയിലെ മൗണ്ടൻസിനൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഹിമാലയാസ് ഒന്ന് ഫസ്റ്റ് നമുക്ക് ഹിമാലയാസ്. ഈ ഹിമാലയസിലാണ് മൗണ്ട് എവറസ്റ്റ് ഉള്ളത്. ദ ഹയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ഇൻ ദ വേൾഡ് ഹിമാലയ. മൗണ്ട് എവറസ്റ്റ് ദ വേൾഡ്സ് ഹയസ്റ്റ് പീക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹിയർ. പിന്നെ അതർ ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ചസ്, ഒന്നാമത്തേത് കാരക്കോറം റേഞ്ച്. എന്താണ്, കാരക്കോറം റേഞ്ച് ഇൻക്ലൂഡ്സ് K2 ഇൻ ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. വേൾഡിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഏതാണ്, K2 ആണ്. അത് കാരക്കോറം റേഞ്ചിനാണുള്ളത്. പിന്നെ നെക്സ്റ്റ് ഹിന്ദുക്കുഷ് റേഞ്ച് സ്ട്രെച്ചസ് അക്രോസ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ ഹിന്ദുക്കുഷ് റേഞ്ച് അടുത്ത മൗണ്ടൻ റേഞ്ചസിൻ്റെ പേരാണ്. ടെൻഷാൻ റേഞ്ച് ഫൗണ്ട് ഇൻ സെൻട്രൽ ഏഷ്യ. ഓക്കെ, അങ്ങനെ ഒരുപാട് റേഞ്ചസ് ഉണ്ട്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 നിങ്ങൾ എഴുതുക. പിന്നെ അതിൽ യൂറാൽ മൗണ്ടൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് ദ വെസ്റ്റേൺ ബോർഡർ ഓഫ് ഏഷ്യ സെപ്പറേറ്റിംഗ് ഇറ്റ് ഫ്രം യൂറോപ്പ്. യൂറോപ്പിൽ നിന്ന് ഏഷ്യയെ വേർതിരിക്കുന്ന മൗണ്ടൻസിൻ്റെ പേര് ചോദിച്ചാൽ നമുക്ക് യൂറാൽ മൗണ്ടൻസ് എന്ന് എഴുതാം. കാരണം ആ ഭാഗം മാത്രം, യൂറോപ്പ് മാത്രമാണ് ഒരു ലാൻഡ് ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം സറൗണ്ടഡ് ബൈ സീസ് ആണ്. ഓക്കെ, അതാണ് നമുക്ക് മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മൗണ്ടൻ റേഞ്ച് നമ്മുടെ ഏഷ്യയിൽ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത്
Then, in addition to mountains, desert, plains and plateaus are also geographical features of Asia. മൗണ്ടൻസ് മാത്രമല്ല ഏഷ്യയിലുള്ളത്. ഏഷ്യയിൽ വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഡെസേർട്സ് ഉണ്ട്, അതായത് മരുഭൂമികളുണ്ട്, പ്ലെയിൻസ് ഉണ്ട്. പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ. പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പീഠഭൂമികൾ. മലയാളത്തിൽ ചില പ്രദേശം ഉയർന്നുണ്ടാവും, ചില നേരത്ത് നിരപ്പായിട്ട് ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനത്തെ സ്ഥലങ്ങളെയാണ് നമ്മൾ പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു കോണ്ടിനെൻ്റ് ആണ് നമ്മുടെ ഏഷ്യ. അതേപോലെ തന്നെ മെനി റിവേഴ്സ്, ഒരുപാട് റിവേഴ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാങ്സി എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദിയാണ്. നമുക്ക് വൺ വേർഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവറസ്റ്റ് ആണ്. അത് എവിടെയാണുള്ളത്? അത് ഏഷ്യയിലാണ്. ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഏഷ്യയിലാണ്. ഓക്കെ, അപ്പം നമ്മൾ മൗണ്ടൻ റേഞ്ചസ് പറഞ്ഞു. ഡിസേർട്സിനെ കുറിച്ച് പറയാം. എന്താണ്? ഡിസേർട്സ് ആർ ദ റീജിയൻസ് വിത്ത് വെരി ലോ റെയിൻഫോൾ. ഇവിടെ പ്രത്യേകത മരുഭൂമി നമുക്കറിയാലോ. എന്താണ് വെരി ലോ റെയിൻഫോൾ? മരുഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചൂടുള്ള പ്രദേശമാണല്ലേ. അവിടെ എന്താ പ്രത്യേകത? വിത്ത് വെരി ലോ റെയിൻഫോൾ, വളരെ കുറഞ്ഞ മഴയെ അവിടെ ലഭിക്കുള്ളൂ. വാസ്റ്റ് ആരിഡ് ലാൻഡ് ഏരിയാസ്, വരണ്ട വിശാലമായ പ്രദേശങ്ങളാണ് മരുഭൂമി എന്ന് പറയുന്നത്. ഡെസേർട്ട് ദാറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ് ആർ കോൾഡ് ഹോട്ട് ഡെസേർട്ട്. അപ്പം അതിൽ തന്നെ ഈ മരുഭൂമികളിൽ തന്നെ എന്തുണ്ട്? ഡിസേർട്ട് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഹോട്ടും ഉണ്ട്, അതേപോലെ തന്നെ കോൾഡും ഉണ്ട്. അപ്പോൾ ഹോട്ട് ഡെസേർട്ട്, അതേപോലെ കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് ഡെസേർട്ട് തന്നെ രണ്ട് തരമായിട്ട് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് പ്ലെയിൻസ് ആണ്. പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് ഏരിയസ് ദാറ്റ് ആർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ്. ഇവിടെ കണ്ടല്ലോ, ഒരുപാട് നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിനെയാണ് നമ്മൾ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അലൂവിയൽ പ്ലെയിൻസ് ആർ ഫോംഡ് ഫ്രം ദ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റഡ് ബൈ റിവേഴ്സ്. റിവേഴ്സ്, നദികൾ കുറേ എന്ത് കൊണ്ടുവരും? സെഡിമെന്റ്സ്, അവശിഷ്ടങ്ങൾ കൊണ്ടുവരും. അതിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് അലൂവിയൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ട്. ദീസ് ആർ ജനറലി ഫെർട്ടിൽ. ഇവിടെ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കും. നെക്സ്റ്റ് നമുക്ക് പ്ലാറ്റ്യൂസ് ആണ്. പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ഏരിയസ് ദാറ്റ് ആർ എലവേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ് റീജിയൻസ് ആൻഡ് വിത്ത് കമ്പാരറ്റീവ്ലി ഫ്ലാറ്റ് സർഫേസ് ആർ കോൾഡ് പ്ലാറ്റ്യൂസ്. ചില സ്ഥലത്ത് ഉയർന്നു കിടക്കും, പിന്നെ ഉയർന്നു കിടന്നിട്ട് പിന്നെ അവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഏരിയ ആണ് നമ്മൾ പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൗണ്ടൻസ് പറഞ്ഞു, ഡെസേർട്സ് പറഞ്ഞു, പ്ലെയിൻസ് പറഞ്ഞു, പ്ലാറ്റ്യൂസ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മൾ മൗണ്ടൻസ് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഹോട്ട് ഡെസേർട്ടും കോൾഡ് ഡെസേർട്ടും ഉണ്ട്. അതിൽ നമുക്ക് ഹോട്ട് എന്ന് പറയുന്നത് താർ ഡെസേർട്ട്, അത് എവിടെയാണ്? രാജസ്ഥാനിലാണുള്ളത്. ഓക്കെ, ഹോട്ട് ഡെസേർട്ട് അറേബ്യൻ ഡെസേർട്ട് ഉണ്ട്. കോൾഡ് എന്ന് പറഞ്ഞാൽ ഗോബി ഡെസേർട്ട്, കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ടിബറ്റൻ പ്ലാറ്റോ. ഇനി നമുക്ക് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? പ്ലെയിൻസ് ആർ ഫ്ലാറ്റ് ലോ ലൈങ് ലാൻഡ്സ് ദാറ്റ് ആർ ഫെർട്ടൈൽ ഫോംഡ് ബൈ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റഡ് ബൈ റിവേഴ്സ് കോൾഡ് അലൂവിയൽ പ്ലെയിൻസ്. എക്സാമ്പിൾ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ ഇൻ ഇന്ത്യ ഫോംഡ് ബൈ ഗംഗ ആൻഡ് ഇൻഡസ് റിവേഴ്സ്. ഗംഗയിലെയും സിന്ധു നദിയിലെയും സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ഉണ്ടായ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ ഇന്ത്യ, അതൊരു ഉദാഹരണമാണ്. പിന്നെ നമ്മൾ പ്ലാറ്റ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്ലാറ്റ്യൂസ് ആർ ഇലവേറ്റഡ് ഫ്ലാറ്റ് ലാൻഡ്സ് ഹയർ ദാൻ സറൗണ്ടിങ് ഏരിയാസ്. ചുറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുറച്ച് ഉയർന്ന സ്ഥലമാണ് ഈ പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് പ്ലാറ്റ്യൂസ് ആർ ടിബറ്റൻ പ്ലാറ്റ്യൂസ്. അതിന് നമ്മൾ പറയാം റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ പിന്നെ എന്താണ് മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത്. ഡെക്കാൻ പ്ലാറ്റ്യൂ, അത് നമ്മുടെ ഇന്ത്യയിലാണുള്ളത്. നിങ്ങളെ പ്ലാറ്റ്യൂസിന് ഒന്ന് രണ്ട് എക്സാമ്പിളൊക്കെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇനി റിവേഴ്സ് ഇൻ ഏഷ്യ എന്ന് പറഞ്ഞാൽ മെനി ലാർജ് റിവേഴ്സ് ഫ്ലോ ത്രൂ ഏഷ്യ. ഏഷ്യയിലൂടെ ഒരുപാട് റിവേഴ്സ് പോകുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണ്? യാങ്സി റിവർ ആണ്. ദാറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ഏഷ്യ, ചൈനയിലാണുള്ളത്. അതർ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഗംഗ റിവർ ഇന്ത്യ, ഇൻഡസ് റിവർ പാകിസ്ഥാൻ, മെക്കോങ് റിവർ സൗത്ത് ഈസ്റ്റ്, യെല്ലോ റിവർ ചൈന. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ഏഷ്യനെ പറ്റിയിട്ട് റിവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് ഈ ഒരു ഭാഗവുമായിട്ട് നമുക്ക് ഏഷ്യയുമായി ബന്ധപ്പെട്ട് കുറച്ച് വൺ വേർഡ് പരിചയപ്പെടാം. വേർ ഈസ് മൗണ്ട് എവറസ്റ്റ് ലൊക്കേറ്റഡ്? എവിടെയാണ് മൗണ്ട് എവറസ്റ്റ്? മൗണ്ട് എവറസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഹിമാലയ ഇൻ ഏഷ്യ, വിച്ച് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ദ വേൾഡ്. വേൾഡിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? മൗണ്ട് എവറസ്റ്റ്.
Which mountain range separates Asia and Europe? ഏഷ്യനെയും യൂറോപ്പിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന മൗണ്ടൻ റേഞ്ച് ഏതാണ്? Ural Mountains. Name 2 other mountain ranges in Asia besides Himalaya. ഹിമാലയ കൂടാതെ വേറെ ഉള്ള 2 മൗണ്ടൻ റേഞ്ചസ് നമ്മൾ ഒരുപാടെണ്ണം പറഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻറ്റ് കാരക്കോറം റേഞ്ച് ആൻഡ് ഹിന്ദുക്കുഷ് റേഞ്ച്. ഇനി അടുത്തത് പ്ലെയിൻസിനെ പറ്റിയുള്ള 1 വേർഡ് നോക്കാം. വാട്ട് ആർ പ്ലെയിൻസ്? പ്ലെയിൻസ് ആർ ഫ്ലാറ്റ് ആൻഡ് ലോ ലൈയിങ് ലാൻഡ് ഏരിയാസ്. ഹൗ ആർ അലൂമിനിയം പ്ലെയിൻസ് ഫോംഡ്? അലൂമിനിയം പ്ലെയിൻസ് എങ്ങനെയാണ് ഫോം ചെയ്തത്? ദേ ആർ ഫോംഡ് ബൈ ദ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റഡ് ബൈ റിവേഴ്സ്. റിവേഴ്സ് കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് അവശിഷ്ടങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാവുന്നതാണ് അലൂമിനിയം പ്ലെയിൻസ്. ഓക്കെ, നെയിം 1 important plain in Asia. The Indo-Gangetic Plain. Okay, what is a plateau? Plateau is a high land with a flat top. ഒരു ഉയർന്ന പ്രദേശമാണ് പക്ഷെ ഫ്ലാറ്റ് ടോപ്പ് ആയിരിക്കും. Which plateau is called roof of the world? ഏതാണ്? ടിബറ്റൻ പ്ലാറ്റു. നെയിം 1 plateau in India. ഇന്ത്യയിലെ പ്ലാറ്റു ഏതാണ്? ഓക്കെ, that is Deccan Plateau. Okay, which is the longest river in Asia? Yangtze River. Name 1 important river in India. Ganga River. Which river is known as Yellow River? Yangtze River in China. Okay, ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് നോക്കൂ, പേജ് നമ്പർ 90. The following are the pictures of a certain geographical features found in Asia. Observe the pictures, find out to which landform category they belong to and write them down. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ദ ഹിമാലയാസ് നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താം? മൗണ്ടെയിൻസ്. ഓക്കെ, ഹിമാലയാസ് മൗണ്ടെയിൻസ് ആണ്. നെക്സ്റ്റ് മഞ്ചൂരിയൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് പ്ലെയിൻ ആണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ദ താർ കണ്ടാൽ തന്നെ അറിയാല്ലേ, ഇറ്റ് ഈസ് എ ഡെസേർട്ട്. ഓക്കെ, ഹോട്ട് ഡെസേർട്ട് ആണ്. ഇനി ലഡാക്ക് കോൾഡ് ഡെസേർട്ട് ആണ്. യാങ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാങ്സി എന്ന് പറഞ്ഞ റിവർ വാലി ആണ്. അതേപോലെ ഡക്കാൻ പ്ലാറ്റു അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്ലൈമറ്റിനെയാണ്. ഇപ്പം നമ്മൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ മൗണ്ടൻസ് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു, ഡെസേർട്ട് പറഞ്ഞു, പ്ലെയിൻസ് പറഞ്ഞു, പ്ലാറ്റ്യൂസ് പറഞ്ഞു, റിവേഴ്സ് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു, 1 വേർഡ് കവർ ചെയ്തു, നോട്ട്സ് ഒക്കെ കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലൈമറ്റ് ആണ്. Okay, the climate of Asia is also diverse just like its geography. നമ്മൾ ജോഗ്രഫിക്ക് പറഞ്ഞല്ലോ, വളരെയധികം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ജോഗ്രഫിയാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയും വ്യത്യസ്തമാർന്നതാണ്. ആസ് ദ നോർത്തേൺ പാർട്ട് ഓഫ് ഏഷ്യ ഈസ് ലൈയിങ് ക്ലോസ് ടു ദ പോളാർ റീജിയൻ ഇറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ്. അതായത് ഏഷ്യയുടെ വടക്ക് ഭാഗം ഓക്കെ ക്ലോസ് ടു പോളാർ റീജിയൻ ആണ്. പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ധ്രുവപ്രദേശം. അതുകൊണ്ട് അവിടെ ഭയങ്കര എക്സ്ട്രീം കോൾഡ് ആണ്. ഓക്കെ, the eastern part experience moderate heat and cold because of proximity to oceans. ഇപ്പം ഈസ്റ്റേൺ പാർട്ട് കിഴക്ക് ഭാഗം പറയാന്ന് വെച്ചാൽ അവിടെ ധാരാളം സമുദ്രങ്ങളുണ്ട് അല്ലേ. സമുദ്രങ്ങൾ ഉള്ളതിനെ കൊണ്ട് ഒരു ശരാശരി അത്ര വലിയ ഹീറ്റ് ഒന്നുമില്ല, എന്നാൽ മിതമായ ചൂടും തണുപ്പുള്ളതാണ് അവിടെ ഉള്ളത്. അത് എന്തുകൊണ്ടാണ്? പ്രോക്സിമിറ്റി ടു ദ ഓഷ്യൻ. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത് അവിടെ അടുത്ത് ആരാ ഉള്ളത്? ഓഷ്യൻസ് ആണുള്ളത്. സിൻസ് ദ സദേൺ റീജിയൻ ലൈസ് ക്ലോസ് ടു ദ ഇക്വേറ്റർ. ഇനി സദേൺ റീജിയൻ എങ്ങോട്ടാണ്? ഇവിടെ ഇക്വേറ്ററിനോടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആൻഡ് ഹാസ് ഹെവി റെയിൻഫോൾ. അതുകൊണ്ട് തന്നെ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചൂടുള്ള ആ ഭാഗമാണ്. തെക്ക് ഭാഗത്ത് ചൂടുണ്ട്, ചിലപ്പോൾ ഈർപ്പമുണ്ട്, ചിലപ്പോൾ നല്ല റെയിനും ഉണ്ട്, റെയിൻഫോളും ഉണ്ട്. ഇൻ ദ ആരിഡ് വെസ്റ്റേൺ റീജിയൻ ദ ടെമ്പറേച്ചർ ഈസ് ജനറലി ഹൈ. പക്ഷേ മരുപ്രദേശം ആരിഡ് എന്ന് പറഞ്ഞാൽ മരുപ്രദേശത്ത് എന്താണ്? വളരെ ചൂട് കൂടുതലാണ്. മരുപ്രദേശം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, അവിടെ റെയിൻഫോൾ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ചൂട് വളരെ കൂടുതലാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ഒരു ഡയഗ്രം കണ്ടല്ലോ. ഇവിടെ എന്താണ്? ഇതൊക്കെ ഏഷ്യയിലെ തന്നെ പല ക്ലൈമറ്റ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സൈബേരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റീജിയൻ ദാറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ്. നല്ല തണുപ്പാണ് ഇവിടെ ഉള്ളത് സൈബേരിയയിൽ. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ അഫ്ഗാൻ അറേബ്യൻ ഡെസേർട്ട് ആണ്. ദ റീജിയൻ ദാറ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ്. ഇവിടെ വെച്ചാൽ ഇപ്പുറ സൈഡ് വരുമ്പോൾ എന്താണ്? അറേബ്യൻ മരുഭൂമിയാണ്, അവിടെ നല്ല ചൂടാണ്. ഇനി ഇവിടെ തരുമോ? മൗസിൻഡ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന
വരുന്ന സ്ഥലമാണ് മൗസിൻഡ്രം, ദ റീജിയൻ വിത്ത് ദ ഹയസ്റ്റ് റെയിൻഫാൾ ഇൻ ദ വേൾഡ്. അപ്പോൾ ഈ ഒരു ഏഷ്യയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, വളരെയധികം വ്യത്യസ്തമായ ക്ലൈമറ്റ് ആണുള്ളതല്ലേ. ഒരു സ്ഥലത്ത് നല്ല തണുപ്പ്, ഒരു സ്ഥലത്ത് നല്ല മഴ, ഒരു സ്ഥലത്ത് നല്ല ചൂട്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്ലൈമറ്റ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ക്ലൈമറ്റ് ഇൻ ഏഷ്യ? ദ ക്ലൈമാറ്റിക് ഏഷ്യ ഈസ് വെരി ഡൈവേഴ്സ്. വെരി ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഇറ്റ് ചേഞ്ചസ് ഫ്രം വൺ റീജിയൻ ടു അനദർ ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് ലാൻഡ് ഫോം. അതിൻ്റെ ലാൻഡ് ഫോം ജോഗ്രഫി പോലെ തന്നെ ഒരു റീജിയനിൽ നിന്ന് വേറൊരു റീജിയനിലേക്ക് പോകുമ്പോൾ മാറി വരികയാണ്. ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്, സോ ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം ദ കോൾഡ് പോളാർ റീജിയൻ ഇൻ ദ നോർത്ത് ടു ദ ഹോട്ട് ഇക്വേറ്റോറിയൽ റീജിയൻ ഇൻ ദ സൗത്ത്. Because of this vast size and different Because of this vast size, the different physical features, Asia experience almost every type of climate. ഇനി നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് പരിചയപ്പെടാം. ദ ഹിമാലയ ബിലോങ് ടു വിച്ച് ടൈപ്പ് ഓഫ് ലാൻഡ് ഫോം? പ്ലെയിൻ, മൗണ്ടൻ, പ്ലാറ്റ്യൂ, ഡെസേർട്ട്. അപ്പോൾ മൗണ്ടൻ ആണ് ഹിമാലയ എന്ന് പറയുന്നത്. ദ മഞ്ചൂരിയൻ റീജിയൻ ഓഫ് ഏഷ്യ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്ലാറ്റ്യൂ, പ്ലെയിൻ, മൗണ്ടൻ റീജിയൻ, വാലി. ആൻസർ എന്താണ്? പ്ലെയിൻ ആണ്. ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഏഷ്യ എക്സ്പീരിയൻസ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് മെയിൻലി ബിക്കോസ് ഇറ്റ് ലൈസ് നിയർ ദ ഇക്വേറ്റർ, ഇറ്റ് ഈസ് ക്ലോസ് ടു ദ ഓഷ്യൻ, ഇറ്റ് ഈസ് എ ഡെസേർട്ട് റീജിയൻ, ഇറ്റ് ലൈസ് നിയർ ദ പോൾസ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇറ്റ് ഈസ് ക്ലോസ് ടു ദ ഓഷ്യൻ. അതുകൊണ്ടാണ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഏഷ്യ എക്സ്പീരിയൻസ് മോഡറേറ്റ് heat. Which region of Asia receives the heaviest rainfall? Heaviest rainfall എവിടെയാണ് കിട്ടുന്നത്? മൗസിൻഡ്രം ആണ്. Which region experience extreme heat? Extreme heat ഉള്ളത് എവിടെയാണ്? അറേബ്യൻ ഡെസേർട്ടിലാണ്. Which places in Asia receives the highest rainfall? Highest rainfall കിട്ടുന്നത് മൗസിൻഡ്രം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലോറ ആൻഡ് ഫോണ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ സസ്യങ്ങളും അതായത് ചെടികളും അതേപോലെ തന്നെ അവിടെയുള്ള ജന്തുക്കളും ആനിമൽസൊക്കെ എന്തൊക്കെയാണ്, അതിനെയാണ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയാം. ഓക്കെ, ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്ലൈമാറ്റിക് വേരിയേഷൻ എ വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ കാൻ ബി സീൻ ഇൻ ഏഷ്യ. അപ്പോൾ ഈ കാലാവസ്ഥയിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ചില സ്ഥലത്ത് കഠിനമായ തണുപ്പ്, ചില സ്ഥലത്ത് കഠിനമായ ചൂട്, ഇതൊക്കെ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഏഷ്യയിലുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു സൈബീരിയ, ലഡാക്ക്, അതേപോലെ തന്നെ അറേബ്യ മരുഭൂമി, മൗസിൻഡ്രം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥകളാണ് നമ്മൾ ഏഷ്യ എന്ന കോണ്ടിനെൻറ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ സൈബീരിയയിലേക്കൊക്കെ പോകാന്ന് വെച്ചാൽ വളരെയധികം കോൾഡാണുള്ളത്. അതേസമയം അറേബ്യൻ ഡെസേർട്ടിലേക്കൊക്കെ വരുമ്പോൾ വളരെയധികം ചൂടാണുള്ളത്. അതേപോലെ മൗസിൻഡ്രം എന്ന് പറയുന്നത് സ്ഥലത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ്. അതൊക്കെ നമ്മൾ പേജ് നമ്പർ 90 നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഏഷ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് എന്താണ്? റഫ്ലേഷ്യ. റഫ്ലേഷ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ് റഫ്ലേഷ്യ. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടല്ലോ, നീലക്കുറിഞ്ഞി, സ്നോ ലെപ്പേർഡ്, ഹിമപ്പുലി എന്ന് പറയും, റെഡ് പാണ്ട. ഇങ്ങനെ വ്യത്യസ്തമാർന്ന ആനിമൽസും അതേപോലെ തന്നെ ചെടികളുമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഇനി എക്സാമ്പിൾസ് ഓഫ് ഫ്ലോറ. ഫ്ലോറ എന്ന് പറഞ്ഞാൽ ചെടികളാണ്, ഫ്ലവേഴ്സ്, ഫ്ലോറ. റഫ്ലേഷ്യ. റഫ്ലേഷ്യയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഫൗണ്ട് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ്. നെക്സ്റ്റ് നീലക്കുറിഞ്ഞി, റെയർ ഫ്ലവർ ഫൗണ്ട് ഇൻ ദ ഹിൽസ് ഓഫ് സൗത്ത് ഇന്ത്യ ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years. നീലക്കുറിഞ്ഞി പൂക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ എന്താണ്? 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന ഒരു റെയർ ഫ്ലവറാണ്, അപൂർവമായിട്ടുള്ള ഫ്ലവറാണ് നീലക്കുറിഞ്ഞി. ഇനി എക്സാമ്പിൾസ് ഓഫ് ഫോണ. ഫോണ എന്ന് പറഞ്ഞാൽ അറിയാലോ, മൃഗങ്ങളാണ്, ആനിമൽസ്. സ്നോ ലെപ്പേർഡ് ലിവ്സ് ഇൻ കോൾഡ് മൗണ്ടെയിൻസ് റീജിയൻസ് ലൈക്ക് ഹിമാലയ. അപ്പോൾ സ്നോ ലെപ്പേർഡ് എന്ന് പറഞ്ഞാൽ ഹിമപ്പുലി, അതായത് സ്നോയിൽ താമസിക്കുന്നത്. അത് കോൾഡ് മൗണ്ടെയിൻസ് ഏരിയയിലാണ് ഉണ്ടാവുക, തണുത്ത പ്രദേശങ്ങളിലാണ് ഉണ്ടാവുക. നെക്സ്റ്റ് റെഡ് പാണ്ട, ഫൗണ്ട് ഇൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ് ഓഫ് ഹിമാലയ ആൻഡ് നിയർ ബൈ ഏരിയാസ്. ഓക്കെ, ഇനി നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ. ഇവിടെ റഫ്ലേഷ്യ നമ്മൾ പറഞ്ഞു എവിടെയാണ്? ലാർജസ്റ്റ് ഫ്ലവർ in the world. നീലക്കുറിഞ്ഞി blooms once in 12 years. Snow leopard found in cold mountain regions. Red panda found in temperate forest. Okay. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു 2-3 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആനിമൽസ് ഈസ് ഫൗണ്ട് ഇൻ ദ കോൾഡ് ഹിമാലയൻ മൗണ്ടെയിൻസ്? ഏതാണ്? ക്യാമൽ, എലിഫന്റ്, സ്നോ ലെപ്പേർഡ്, ലയൺ. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? സ്നോ ലെപ്പേർഡ് ആണ്. നെക്സ്റ്റ്,
The Neelakurinni flowers is special because it changes color every year, blooms once in 12 years, grows in only in desert, is the largest flower in the world. അപ്പോൾ നീലക്കുറിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ ഓപ്ഷൻ ബി ആണ്, blooms once in 12 years. Next, the variety of plants and animals in the region depends mainly on ഒരുപാട് വെറൈറ്റി ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ക്ലൈമറ്റ്, പോപ്പുലേഷൻ, ഗവൺമെൻറ്, മൗണ്ടെയിൻസ്. എന്താണ്? ക്ലൈമറ്റ് ആണ്. ഇനി നമുക്ക് ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് പഠിക്കാം. ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ജനജീവിതം, അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കാം. ഏഷ്യ ഈസ് ദ കോണ്ടിനെൻറ്റ് വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ എന്താ ഉള്ളത്? പോപ്പുലേഷൻ ഉള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള കോണ്ടിനെൻറ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക? ഏഷ്യയാണ്. 60% ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിസൈഡ്സ് ഇൻ ഏഷ്യ. അപ്പം നമ്മുടെ വേൾഡിൽ ആകെ വേൾഡ് എന്ന് പറയുമ്പോൾ 100%. അതിൽ 60% എവിടെയാണ്? നമ്മുടെ ഏഷ്യയിലാണ് താമസിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ഏഷ്യൻസ് ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ ഫോർ ലിവിങ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഭൂരിഭാഗം ജനങ്ങളും എന്താണ്? അഗ്രികൾച്ചർ അഥവാ കൃഷി ചെയ്തിട്ടാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഏഷ്യ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാടി ഇൻ ദ വേൾഡ്. അതേപോലെ തന്നെ ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് വാരിയസ് കൾച്ചേഴ്സ്, ലാംഗ്വേജസ് ആൻഡ് റിലീജിയൻസ്. അപ്പോൾ ഏഷ്യ എന്ന് പറയുന്നത് ഇവിടെ വെറൈറ്റി ഓഫ് കൾച്ചേഴ്സ് ഉണ്ട്, വിവിധ തരം സംസ്കാരങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഭാഷകൾ വ്യത്യസ്തമാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അറിയാം, വ്യത്യസ്ത തരം ഭാഷകൾ ആണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഏഷ്യ എന്ന് പറയുമ്പോൾ കോണ്ടിനെൻ്റ് ആണ്, ഒരുപാട് കൺട്രീസ് അതിലുണ്ട് ഏഷ്യ എന്ന കോണ്ടിനെൻ്റിൽ. അപ്പോൾ ഒരുപാട് ഭാഷകളൊക്കെ ഉള്ള ഒരു എന്താണ്? ഒരു എല്ലാത്തിൻ്റെ ഒരു കൂടിച്ചേരലാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് various cultures, languages and religions. There are bustling cities like Tokyo and Mumbai as well as villages with a very low population in Asia. ഇവിടെ ടോക്കിയോ, മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങളുണ്ട്. അതേപോലെ തന്നെ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങളും വില്ലേജസും ഏഷ്യയിലുണ്ട്. ക്രോസിംഗ് ദ സാവന്ന, സഹാറ ആൻഡ് ദ കോങ്കോ ബേസിൻ. എന്താണ് സാവന്ന, സഹാറ, കോങ്കോ ബേസിൻ നോക്കാം. ഹാവിൻ യു ഹിയർഡ് ഓഫ് ദ ഇക്വേറ്റർ, ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ? അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പേ പഠിച്ചിട്ടുണ്ടല്ലേ? ഇക്വേറ്റർ, അതേപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്ലോബ് ഫൈൻഡ് ദ കോണ്ടിനെൻറ്റ് ത്രൂ വിച്ച് ഓൾ ദീസ് പാസ് ത്രൂ. This continent has diverse geographical features that ranges from expansive savanna grasslands to dense rainforest. അപ്പോൾ നമ്മൾ ഗ്ലോബ് എടുത്ത് നോക്കിയാൽ ഇക്വേറ്റർ, അതേപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഒക്കെ കടന്നു പോകുന്നത് വേറൊരു കോണ്ടിനെൻറ്റിൽ കൂടിയാണ്. അത് ഏതാണ്? ആ കോണ്ടിനെൻ്റ് പേരാണ് ആഫ്രിക്ക. അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആഫ്രിക്കയെ കുറിച്ചാണ്. This continent has diverse geographical features that range from the expansive savanna grasslands to dense rainforest. അപ്പോൾ സാവന്ന എന്ന് പറയുന്നത് പുൽമേടാണ്, ഗ്രാസ്ലാൻഡ് ആണ്. ഇവിടെ ഗ്രാസ്ലാൻഡ് മുതൽ നല്ല ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളുള്ള ഡെൻസ് ആയിട്ടുള്ള മഴക്കാടുകൾ, റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മഴക്കാടുകൾ, അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയ ആണ് എവിടെ ഉള്ളത്? നമ്മളിനി ആഫ്രിക്കയെ കുറിച്ചാണ് പഠിക്കുന്നത്. Find the natural borders of Africa from map 7. Africa is the second largest continent. നമ്മൾ ഏഷ്യയെ പറ്റി പറഞ്ഞു, ഏറ്റവും വലുത് ഏഷ്യയാണ്, പിന്നെ വരുന്നത് ആഫ്രിക്കയാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ്, സെക്കൻഡ് പ്ലേസ് ആണ് നമ്മുടെ ആഫ്രിക്കയ്ക്കുള്ളത്. ഒബ്സർവ് ദ ഗ്ലോബ്. ദിസ് ഈസ് ദ കോണ്ടിനെൻറ്റ് ദാറ്റ് ഈസ് സ്പ്രെഡ് ഓൾമോസ്റ്റ് ഈക്വലി ഇൻ ദ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഈ സദേൺ ഹെമിസ്ഫിയറിലും നോർത്തേൺ ഹെമിസ്ഫിയറിലും ഏറെക്കുറെ തുല്യമായിട്ട് ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കോണ്ടിനെൻറ്റ് കൂടിയാണ് ആഫ്രിക്ക. നമുക്കറിയാം ഏറ്റവും വലിയ സഹാറ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ആൻഡ് കോങ്കോ റിവർ ബേസിൻ കവേർഡ് വിത്ത് ട്രോപ്പിക്കൽ റെയിൻഫോൾസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. നമ്മൾ ഏഷ്യയെ കുറിച്ച് കുറേ പറഞ്ഞില്ല, മൗണ്ടൻസിനെ പറ്റിയിട്ടും അവിടുത്തെ റിവേഴ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ആഫ്രിക്കയിൽ ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ടാണ് സഹാറ, അതേപോലെ തന്നെ കോങ്കോ ബേസിൻ. ഇതൊക്കെ ആ ആഫ്രിക്കയുടെ പെക്യുലിയാരിറ്റീസ് ആണ്. ഓക്കെ, ഐഡൻറ്റിഫൈ സഹാറ ആൻഡ് കോങ്കോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അറ്റ്ലസ്. അപ്പോൾ അറ്റ്ലസിൽ നോക്കിയിട്ട് നിങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ച് എഴുതാം. അപ്പോൾ ആഫ്രിക്കയെക്കുറിച്ച് നമുക്ക് നോട്ട് എഴുതാം. ആഫ്രിക്ക, ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്, ലൊക്കേഷൻ ആൻഡ് പൊസിഷൻ, ദ ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഓൾ പാസസ് ത്രൂ ആഫ്രിക്ക. ആഫ്രിക്ക ഈസ് ദ ഓൺലി കോണ്ടിനെൻറ്റ് ദാറ്റ് ലൈസ് ഓൾമോസ്റ്റ് ഈക്വലി ഇൻ ബോത്ത് ദ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ.
Geographical features. Africa has a wide variety of landforms from vast savanna grassland to dense tropical rainforest. അപ്പോൾ നമുക്കറിയാം ആഫ്രിക്കയ്ക്ക് ഒരു വെറൈറ്റി ഓഫ് ലാൻഡ് ഫോംസ് ആണുള്ളത്. വാസ്റ്റ് സാവന്ന എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡ് ആണ്. അത് മുതൽ ഡെൻസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് വരെ ആഫ്രിക്കയിലുണ്ട്. ദ സഹാര ഡെസേർട്ട്, ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്, ലൈസ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ആഫ്രിക്ക. The Congo Basin, found in Central Africa, is covered with thick tropical rainforest. നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ ബോർഡേഴ്സ് നമുക്ക് നോക്കാം. നോർത്ത് മെഡിറ്ററേറിയൻ സീ ആണ്, വെസ്റ്റ് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്, ഈസ്റ്റ് ഇന്ത്യൻ ഓഷ്യൻ ആണ്, നോർത്ത് ഈസ്റ്റ് റെഡ് സീ ആൻഡ് സ്യൂയസ് കനാൽ സെപ്പറേറ്റ് ആഫ്രിക്ക ഫ്രം ഏഷ്യ. ആഫ്രിക്കനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന കനാലിൻ്റെ പേരെന്താണ്? സൂയസ് കനാലാണ്. ഓക്കെ. Which continent is closed by the equator, Tropic of Cancer and the Tropic of Capricorn? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആഫ്രിക്കയിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇക്വേറ്റർ, ഈ 3 ലൈൻസും പോകുന്നത് ഏതിലൂടെയാണ്? ആഫ്രിക്കയിലൂടെയാണ്. വിച്ച് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്? വേൾഡിലെ ലാർജസ്റ്റ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞെങ്കിലാണ് നമ്മൾ ആഫ്രിക്ക എഴുതേണ്ടത്, അല്ലെങ്കിൽ ഏഷ്യയാണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് ഹെമിസ്ഫിയർ ഈസ് ആഫ്രിക്ക ലൊക്കേറ്റഡ്? ഏത് ഹെമിസ്ഫിയറിലാണ് ആഫ്രിക്ക ലൊക്കേറ്റ് ചെയ്തത്? നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ. നെയിം ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. ലാർജസ്റ്റ് മരുഭൂമി, ഹോട്ട് ഉഷ്ണ മരുഭൂമി ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? സഹാറ ഡെസേർട്ട് എന്ന് എഴുതാം. വാട്ട് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ കവേഴ്സ് ദ കോങ്കോ ബേസിൻ? അപ്പം ഏത് തരത്തിലുള്ള വെജിറ്റേഷൻ ആണ് കോങ്കോ ബേസിൻ ഉള്ളത്? ഡെൻസ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണുള്ളത്. എന്താണ്? ഡെൻസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണുള്ളത്. ഇനി വാട്ട് കൈൻഡ് ഓഫ് ലാൻഡ് ഫോം ഈസ് സാവന്ന? സാവന്ന എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ലാൻഡ് ഫോം ആണ്? ഇറ്റ് ഈസ് ഗ്രാസ് ലാൻഡ്. വാട്ട് സെപ്പറേറ്റ് ആഫ്രിക്ക ഫ്രം ഏഷ്യ? ആഫ്രിക്കയെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന എന്താണ്? ദ റെഡ് സീ ആൻഡ് സൂയസ് കനാൽ. വിച്ച് ഓഷ്യൻ ലൈസ് ടു ദ വെസ്റ്റ് ഓഫ് ആഫ്രിക്ക? ആഫ്രിക്കയുടെ വെസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ. വിച്ച് ഓഷ്യൻ ലൈസ് ടു ഈസ്റ്റ് ഓഫ് ആഫ്രിക്ക? ആഫ്രിക്കൻ്റെ ഈസ്റ്റ് ഏതാണ്? ഇന്ത്യൻ ഓഷ്യൻ. നെയിം 2 മേജർ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ആഫ്രിക്ക. പ്രധാനപ്പെട്ട 2 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഏതാണ്? ദ സഹാറ ഡെസേർട്ട് ആൻഡ് കോങ്കോ ബേസിൻ. ഓക്കെ. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് പേജ് നമ്പർ 92 നോക്കാം. റിവർ നൈൽ, വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ്, ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. പിന്നെ ഇതിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് നമുക്കറിയാം. നൈൽ നദി അല്ലേ? നൈലിൻ്റെ ദാനം ഈജിപ്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിവർ നൈൽ നദി എവിടെയാണ് ഉള്ളത്? ആഫ്രിക്കയിലൂടെയാണ് ഒഴുകുന്നത്. ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദിസ് കോണ്ടിനെൻറ്റ് ഈസ് കിളിമഞ്ചാരോ. നമ്മൾ നേരത്തെ പറഞ്ഞ എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അത് എവിടെയാണ് ഉള്ളത്? ഏഷ്യയിലാണ്. ഇവിടെ ഈ ആഫ്രിക്കയിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൈൻ്റെ പേരെന്താണ്? കിളിമഞ്ചാരോ എന്നാണ്. ഐഡൻറ്റിഫൈ ദ അതർ മൗണ്ടൻസ് ഇൻ ആഫ്രിക്ക ഫ്രം ദ അറ്റ്ലസ് ആൻഡ് റൈറ്റ് ഡൗൺ. അപ്പോൾ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ് എന്താണ്? അറ്റ്ലസിൽ നോക്കിയിട്ട് ആഫ്രിക്കയിൽ മറ്റു പർവ്വതങ്ങൾ എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ദ സഹാറ ഡെസേർട്ടിനെ പറയാം. ദ സഹാറ ഇസ് ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. ദിസ് ഡെസേർട്ട് വിത്ത് വാസ്റ്റ് സാൻഡ് ഡ്യൂൺസ് ആൻഡ് റോക്കി പ്ലാറ്റ്യൂസ് ഈസ് ദ ഹാബിറ്റാറ്റ് ഓഫ് വേരിയസ് ഫ്ലോറ ആൻഡ് ഫോണ. അപ്പോൾ സഹാറ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹോട്ട് ഡെസേർട്ടാണ്. അതേപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള എന്താണ്? സാൻഡ് ഡ്യൂൺസ്, മണൽ മേടുകൾ. നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു മണലിനെ കൊണ്ടുള്ള പുൽമേട് എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡ്, മണൽമേടുകൾ. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു പ്ലാറ്റ്യൂസ്. ഇതൊക്കെ എവിടെയുണ്ട്? സഹാറയിലുണ്ട്. അതേപോലെ തന്നെ ഈസ് ദ ഹാബിറ്റാറ്റ് ഓഫ് വാരിയസ് ഫ്ലോറ ആൻഡ് ഫോണ. നിരവധി എന്താണ്? വ്യത്യസ്തമാർന്ന സസ്യങ്ങളും അതേപോലെ തന്നെ ആനിമൽസും ഉണ്ട്. എത്നിക് ട്രൈബ്സ് ഹൂ അഡാപ്റ്റ് ടു അഡ്വേഴ്സ് കണ്ടീഷൻ ടു സർവേ ആർ ഓൾസോ എ ഫീച്ചർ ഓഫ് സഹാര. അപ്പം പ്രതികൂല സാഹചര്യത്തോട്, അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യത്തോട് പൊരുതി ജീവിക്കുന്ന ഒരുപാട് ട്രൈബൽസും ഇവിടെയുണ്ട്. എവിടെ? സഹാറ മരുഭൂമിയിലുണ്ട്. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് സഹാറ ഡെസേർട്ട്. നോട്ട് നോക്കാം. ദ സഹാറ ഡെസേർട്ട് ഇസ് ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ. It has a vast sand dunes and rocky plateaus. Different kinds of plants and animals live here, adapted to the harsh climate. Ethnic tribes are also live in Sahara, surviving with a limit of water and vegetation. Next, we have to study about the tropical rainforest. Okay.
ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നിങ്ങളിവിടെ കണ്ടു. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല മഴക്കാടുകളാണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആർ റിച്ച് ആൻഡ് ഡെൻസ് ഫോറസ്റ്റ് സീൻ ഇൻ ദ ഇക്വിറ്റോറിയൽ റീജിയൻ. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് അല്ലേ, ഇടതൂർന്ന വനങ്ങളാണ് അവിടെ ഉള്ളത്. ഓക്കെ, ദിസ് റീജിയൻ എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ് ആൻഡ് റിസീവ്സ് ഹൈ റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ ഇവിടെ നല്ല ചൂടും ഉണ്ടാവും, നല്ല മഴയും കിട്ടും, രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ്. ദീസ് ഫോറസ്റ്റ് ആർ കോൾഡ് റെയിൻ ഫോറസ്റ്റ് ബിക്കോസ് ദേ ഗ്രോ ഇൻ റീജിയൻസ് വിത്ത് ഹെവി റെയിൻ. ഇതിനെ എന്തുകൊണ്ടാണ് നമ്മൾ റെയിൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇവിടെ നല്ല മഴ ലഭിക്കും. അപ്പോൾ അവിടെ എന്താണ്, ഫുൾ കാടാണ്. അതുകൊണ്ടാണ് റെയിൻ ഫോറസ്റ്റ്, അതായത് സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വളരുന്ന കാടുകളായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റെയിൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. എ വൈഡർ വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ക്യാൻ ബി സീൻ ഇൻ ദീസ് റെയിൻ ഫോറസ്റ്റ് ദാൻ എനി അതർ ഹാബിറ്റാറ്റ് ഓൺ ദ എർത്ത്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി നമുക്ക് പലതരത്തിലുള്ള ഫ്ലോറ ആൻഡ് ഫോണ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ക്യാൻ ബി സീൻ in the Amazon in the South America, Congo in Africa, Malaysia in South Eastern Asia and Indonesia. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ റെയിൻ ഫോറസ്റ്റ് കാണുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ആമസോൺ, നമുക്കറിയാലോ ആമസോൺ മഴക്കാടുകൾ നമ്മൾ അറിയുന്നതാണ്. ആമസോൺ ഇൻ സൗത്ത് അമേരിക്ക, പിന്നെ ആഫ്രിക്കയിലുള്ളതാണ് കോങ്കോ, അതേപോലെ തന്നെ ഏഷ്യയിലുള്ളതാണ് ഇന്തോനേഷ്യ, മലേഷ്യ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ നോട്ട്സ് നമുക്ക് നോക്കാം. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ഇക്വറ്റോറിയൽ റീജിയൻസ്. ദേ എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ് ആൻഡ് ഹെവി റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. These are the richest forests in terms of variety of plants and animals. Major tropical rainforests are found in Amazon, that is in South America, Congo, that is in Africa, Malaysia and Indonesia. The tropical റെയിൻ ഫോറസ്റ്റ് അത് നമ്മൾ പറഞ്ഞു. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്? സഹാര ഡെസേർട്ട്. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സഹാര ഡെസേർട്ട്? വാസ്റ്റ് സാൻഡ് ഡ്യൂൺസ്, റോക്കി പ്ലാറ്റ്യൂസ് ആൻഡ് സ്കെയേഴ്സ് വെജിറ്റേഷൻ. Who lives in the Sahara Desert? Ethnic tribes who have adapted to harsh desert conditions. What are tropical rainforests found in the equatorial regions of the world? Why are they called tropical rainforests? Because they grow in areas that receive heavy rainfall. What type of climate is found in tropical rainforest regions? Hot and humid climate with high rainfall throughout the year. Which continent has a Congo tropical rainforest? Congo basin ഉള്ള എവിടെയാണ്? ആഫ്രിക്കയിലാണ്. Name 2 countries in Asia where tropical rainforests are found. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കാണുന്ന ഏഷ്യയിലെ 2 കൺട്രികൾ ഏതാണെന്ന് വെച്ചാൽ മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ. വിച്ച് ഈസ് ദ റിച്ചർ ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫ്? ദ ഡെസേർട്ട് ഓർ റെയിൻ ഫോറസ്റ്റ്? ഈ ഡെസേർട്ടിലാണോ റെയിൻ ഫോറസ്റ്റിലാണോ നല്ല വ്യത്യസ്തമായ പ്ലാന്റ്സും ആനിമൽസും ഉണ്ടാവുക? ഓഫ് കോഴ്സ് റെയിൻ ഫോറസ്റ്റിലാണ്. ഡെസേർട്ടിൽ എന്ന് പറഞ്ഞാൽ വെള്ളവും ഇല്ല, മഴയും ലഭിക്കില്ല, അതിനനുസരിച്ചിട്ടുള്ള കള്ളി മുൾ ചെടികളൊക്കെയാണ് അവിടെ വളരുക. നെയിം 1 ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലുള്ള നല്ല പ്രശസ്തമായ റെയിൻ ഫോറസ്റ്റ് ഏതാണ്? ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. നിങ്ങൾക്കറിയാം ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തല്ലേ. ഇപ്പോൾ ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഏതാണ്? സഹാര ഡെസേർട്ട്. ദ ഹയസ്റ്റ് മൗണ്ടെയിൻ എന്താണ്? ആഫ്രിക്കയിലുള്ള ഹയസ്റ്റ് മൗണ്ടെയിൻ എന്താണ്? മൗണ്ട് കിളിമഞ്ചാരോ. നെക്സ്റ്റ്, ദ റിവർ ബേസിൻ വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, കോങ്കോ റിവർ ബേസിൻ. വാസ്റ്റ് ഗ്രാസ് ലാൻഡിന് നമ്മൾ പറയുന്ന പേരെന്താണ്? സാവന്ന. എന്താണ്? സാവന്ന. ഇനി നമുക്ക് പേജ് നമ്പർ 93 നോക്കാം. ഇനി നമ്മൾ ക്ലൈമറ്റിനെ കുറിച്ചാണ് പറയുന്നത്. Africa, which is almost equally spread on either side of equator, generally experience hot climate. അപ്പോൾ ആഫ്രിക്ക നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വേറ്ററിൻ്റെ അപ്പുറം ഇപ്പുറം ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് സ്പ്രെഡ് ചെയ്തതാണ്. അപ്പോൾ അവിടെ എന്താണ്? ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല ഹോട്ട് ക്ലൈമറ്റ് ആയിരിക്കും. Still, region differences are also there. Moderate climate is experienced along the coastal areas and in the regions belong to the temperate zone. ഇപ്പോൾ ടെമ്പറേറ്റ് സോണിലും അതേപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസ് ഉണ്ടാവുമല്ലോ. കോസ്റ്റൽ ഏരിയാസിലും, അതായത് കടലിനോട് ചേർന്ന ഭാഗത്ത്, അവിടെയും എന്താണ്? മിതമായിട്ടുള്ള ഒരു ചൂടൊക്കെ, മിതമായിട്ടുള്ള ചൂടല്ല, മിതമായിട്ടുള്ള കാലാവസ്ഥ, ചൂടും തണുപ്പും ഇടകലർന്നിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് എവിടെ ഉള്ളത്?
ഈ കോസ്റ്റൽ ഏരിയാസിലും അതേപോലെ തന്നെ ടെമ്പറേറ്റ് സോണിലും. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും എന്താണ്, നല്ല ചൂടാണ്. ഇക്വേറ്ററിൻ്റെ അപ്പുറം ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്തത് കൊണ്ട്. ഇനി അടുത്ത ഫ്ലോറ ആൻഡ് ഫോണ, ചെടികളും അതേപോലെ ആനിമൽസും ഏതാന്ന് നോക്കാം. ദ സാവന്ന ഗ്രാസ്ലാൻഡ്സ് ആൻഡ് ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇൻ ആഫ്രിക്ക ആർ റിച്ച് ഇൻ ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ. ഇപ്പോൾ സാവന്ന നമ്മൾ പറഞ്ഞു, സാവന്ന പുൽമേട്ടിലും അതേപോലെ തന്നെ റെയിൻ ഫോറസ്റ്റും ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല ഫ്ലോറ ആൻഡ് ഫോണ ആണ് ഉള്ളത്, വ്യത്യസ്തമായ ഫ്ലോറ ആൻഡ് ഫോണ ആണ്. ദ സീസണൽ മൈഗ്രേഷൻ ഓഫ് ആനിമൽസ്, അതേപോലെ തന്നെ സെറംഗെറ്റി ഈസ് എ മേജർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആഫ്രിക്ക. ഇപ്പോൾ സെറംഗെറ്റിലെ ഈ ആനിമൽസിൻ്റെ ഈ സീസണൽ മൈഗ്രേഷൻ, അതായത് ഓരോ കാലത്ത് നടക്കുന്ന മൈഗ്രേഷൻ, അതും ഒരു പ്രധാന ഫീച്ചേഴ്സാണ്. അപ്പം സീസണൽ മൈഗ്രേഷൻ ഓഫ് ആനിമൽസ് ഇൻ സെറംഗെറ്റി. ഓക്കെ, ഇനി സം ഓഫ് ദ ഫ്ലോറ ആൻഡ് ഫോണ ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ വൃക്ഷം കണ്ടല്ലോ, ഇതിന് പറയുന്ന പേരാണ് ബയോബാബ്. എന്താണ്? ബയോബാബ് ട്രീ ആണ്. ഇത് നമുക്കറിയാം, ബ്ലാക്ക് റിനോസേഴ്സ്, അതായത് കാണ്ടാമൃഗം. പിന്നെ ഇത് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്. ഓക്കെ, ഇപ്പോൾ ആഫ്രിക്കയിലെ ക്ലൈമറ്റ്, ഫ്ലോറ ആൻഡ് ഫോണ ആൻഡ് ഹ്യൂമൻ ലൈഫ് നോക്കാം. ക്ലൈമറ്റ് എന്താണ്? ആഫ്രിക്ക ലൈസ് ഓൾമോസ്റ്റ് ഈക്വലി ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേറ്റർ. ഇറ്റ് ജനറലി എക്സ്പീരിയൻസ് എ ഹോട്ട് ക്ലൈമറ്റ്. ദ കോസ്റ്റൽ ഏരിയാസ് ആൻഡ് ടെമ്പറേറ്റ് റീജിയൻസ് എൻജോയ് എ മോഡറേറ്റ് ക്ലൈമറ്റ്. ഫ്ലോറ ആൻഡ് ഫോണ. Africa has a rich flora and fauna, especially in savanna grasslands and tropical rainforest. The baobab tree, black rhinoceros, and African wildlife are some well-known species. The seasonal migration in the Serengeti is a unique event where millions of zebras and gazelles move between Tanzania and Kenya in search of food and water. ഇപ്പോൾ ഫുഡിനും വാട്ടറിനും വേണ്ടിയിട്ട് സീബ്രകളും ഗസല്ലകളും, ആഫ്രിക്കയിലെ സീബ്രകളും ഗസല്ലകളും ടാൻസാനിയക്കും കെനിയക്കും ഇടയിൽ ഇങ്ങനെ നീങ്ങും. അത് സീസണൽ ആയിട്ടുള്ളൊരു മൈഗ്രേഷനാണ്. ഓക്കെ, അതായത് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അവർക്ക് ഫുഡിന് വേണ്ടിയിട്ടൊക്കെ അവർ പിന്നെ ഈ സീബ്രകൾ ഒക്കെ പുതിയ സ്ഥലത്തേക്ക്, അതായത് പുതിയ സ്ഥലം എന്ന് വെച്ചിട്ട് ടാൻസാനിയ, കെനിയ, ഇതിലേക്കൊക്കെ പോകുന്ന ആ ഒരു സംഭവത്തിനെയാണ് സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറംഗെറ്റി എന്ന് പറയുന്നത്. ഓക്കെ, the seasonal migration in the Serengeti is a unique event where millions of zebras and gazelles move between Tanzania and Kenya in search of food and water. The migration shows how important the balance of habitats is all for living beings. അപ്പോൾ ഈ ഒരു എന്താണ് മൈഗ്രേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? ജീവികളുടെ നിലനിൽപ്പിന് ഒരു ബാലൻസ് ഓഫ് ഹാബിറ്റാറ്റ് ഈസ് കമ്പൽസറി. സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറംഗെറ്റി, അത് നിങ്ങൾ പിക്ചർ കണ്ടല്ലോ. Seasonal migration in Africa is an example of phenomena of long journey undertaken by animals and birds as per climatic variation and availability of food. അപ്പം ഫുഡിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനും വേണ്ടിയിട്ട് ക്ലൈമറ്റ് ചേഞ്ചും ആകുമ്പോൾ അവരെന്ത് ചെയ്യും? മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം ഇങ്ങനെ സഞ്ചരിക്കുക. അതിൻ്റെ ഒരു ഫോട്ടോ ആണ് നിങ്ങളിവിടെ കാണുന്നത്. The migration of millions of zebras and gazelles in Serengeti between Tanzania and Kenya in search of new pastures is a unique phenomenon. ഇതൊരു യൂണീക്കായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. പുതിയ സ്ഥലം തേടിയിട്ട് ടാൻസാനിയക്കും കെനിയക്കും ഇടയിൽ ഇവരിങ്ങനെ നീങ്ങുന്നത് ഒരു യൂണീക്കായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. These migration prove that the equilibrium of the habitats throughout Africa is crucial for the sustenance of living beings. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹ്യൂമൻ ലൈഫാണ്. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ആഫ്രിക്കേൻ്റെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. The majority of people in Africa live villages and engage in agriculture. അപ്പം ഭൂരിഭാഗം ജനങ്ങൾ എവിടെയാണ്? വില്ലേജസിലാണ്. അവരെന്താണ്? കൃഷി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ആഫ്രിക്ക ഈസ് എ ലാൻഡ് റിച്ച് ഇൻ കൾച്ചേഴ്സ്, ലാംഗ്വേജ് ആൻഡ് ഹിസ്റ്ററി. The Egyptian civilization, which was one of the ancient civilization, originated in Africa. ഒരുപാട് കൾച്ചേഴ്സ്, സംസ്കാരങ്ങൾ, അതേപോലെ ഭാഷകൾ, ചരിത്രങ്ങൾ, ഇതൊക്കെ ഉള്ളൊരു നാട് തന്നെയാണ് ആഫ്രിക്ക. നമുക്കറിയാം ഈജിപ്ഷ്യൻ സംസ്കാരമൊക്കെ വന്നത്, ഈജിപ്ഷ്യൻ കൾച്ചറൊക്കെ വന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. എല്ലാവർക്കും അറിയാം, ഈജിപ്ത് എന്ന് പറയുമ്പോൾ പിരമിഡൊക്കെ എല്ലാവർക്കും അറിയാം. ഈജിപ്ഷ്യൻ പിരമിഡ് എക്സിസ്റ്റ് ആസ് എ എവിഡൻസ് ആൻഷ്യൻറ്റ് ആർക്കിടെക്ചറൽ എക്സ്പെർട്ടൈസ്. അപ്പോൾ നമ്മുടെ പ്രാചീന ഈ പണ്ടുള്ള നിർമ്മാണത്തിൻ്റെ ആ ഒരു എന്താ പറയുക, എവിഡൻസ് ആണ്, ആർക്കിടെക്ചർ എക്സ്പെർട്ടൈസിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈജിപ്തിലെ പിരമിഡുകളൊക്കെ. ഓക്കെ, അപ്പോൾ ഈജിപ്തൊക്കെ ആ പിരമിഡൊക്കെ ആഫ്രിക്കയിലാണ് ഉള്ളത്.
Okay. The human life manager, most Africans live in villages and depend on agriculture. Africa is rich in cultures, languages, and history. The Egyptian civilization, one of the world's oldest civilization, began in Africa. The pyramids of Egypt stand as a symbols of their architectural skill and ancient glory. Okay. What type, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. വാട്ട് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ഡസ് ആഫ്രിക്ക ജനറലി എക്സ്പീരിയൻസ്? ഹോട്ട് ക്ലൈമറ്റ് ആണ്. Why does Africa have a hot climate? Because it lies almost equally on both sides of equator. ഇക്വേറ്ററിൻ്റെ രണ്ട് സൈഡിൽ ഈക്വലി സ്പ്രെഡ് ആയിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഹോട്ട് ക്ലൈമറ്റ് ഉള്ളത്. വേർ ഇൻ ആഫ്രിക്ക ഈസ് എ മോഡറേറ്റ് ക്ലൈമറ്റ് എക്സ്പീരിയൻസ്. മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള എവിടെയാണ് നമ്മൾ പറഞ്ഞു? ഇൻ ദ കോസ്റ്റൽ ആൻഡ് ടെമ്പറേറ്റ് റീജിയൻസ്. നെയിം ടു ഇമ്പോർട്ടൻറ്റ് ഹാബിറ്ററ്റ് ഫൗണ്ട് ഇൻ ആഫ്രിക്ക. സാവന്ന ഗ്രാസ്ലാൻഡ്സ് ആൻഡ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. നെയിം എനി ടു ആനിമൽസ് ഫൗണ്ട് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിൽ നമ്മൾ കാണുന്ന രണ്ട് ആനിമൽസ് എന്താണ്? ബ്ലാക്ക് റിനോസേഴ്സ് ആൻഡ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്. നെയിം ടു ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ്സ് ഫൗണ്ട് ഇൻ ആഫ്രിക്ക. അത് നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് ദ സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറംഗെറ്റി? സെറംഗെറ്റിയിലെ സീസണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് മില്യൺസ് ഓഫ് സീബ്രാസ് ആൻഡ് ഗസലസ് ബിറ്റ്വീൻ ടാൻസാനിയ ആൻഡ് കെനിയ ഇൻ സെർച്ച് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ. What does the migration in Serengeti shows? It shows that maintaining the balance of habitat is essential for the survival of living beings. What is the main occupation of most Africans? Agriculture. Which ancient civilization began in Africa? The Egyptian civilization. What is the evidence of ancient Egyptian architecture skill? Egyptian pyramid. നമുക്ക് അടുത്ത നോർത്ത് അമേരിക്കയെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത കോണ്ടിനെൻറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നോട്ട്സും വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് പേജ് നമ്പർ 94 മുതലാണ് തുടങ്ങേണ്ടത്. അത് നമ്മൾ നോർത്ത് അമേരിക്കയെ കുറിച്ചാണ് പറയുന്നത്. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഒക്കെ ഉണ്ട്. റോക്കീസ് ടു അപ്പലേച്ചിയൻ. റോക്കി മുതൽ അപ്പലേച്ചിയൻ വരെ. Observe the globe and find the continent that is surrounded by the Pacific, Atlantic and the Arctic Ocean. അതായത് അറ്റ്ലാന്റിക്, ആർട്ടിക്, പസഫിക് ഇങ്ങനെ 3 ഓഷ്യൻസിനാൽ സറൗണ്ടഡ് ആയിട്ടുള്ള കോണ്ടിനെന്റ് ഏതാണ്? നോർത്ത് അമേരിക്കയാണ്. ഓക്കെ. നോർത്ത് അമേരിക്ക ഈസ് ദ കോണ്ടിനെന്റ് ദാറ്റ് ഹാസ് സം ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ബിഗ് സിറ്റീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ നോർത്ത് അമേരിക്കയിൽ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഡെവലപ്ഡ് കൺട്രീസും അതേപോലെ വലിയ വലിയ സിറ്റീസൊക്കെ ഉള്ള കോണ്ടിനെൻ്റാണ് എന്ത്? നോർത്ത് അമേരിക്ക. ദ ജോഗ്രഫിക്കൽ characteristic of North America has a great role to play in the development of its countries. അപ്പം അതിൻ്റെ ഈ രാജ്യത്തിൻ്റെ വികസനത്തിന്, ഡെവലപ്മെൻറ്റിന് അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന് വളരെയധികം വലിയ റോളുണ്ട്. ഫൈൻഡ് ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് നോർത്ത് അമേരിക്ക ഫ്രം മാപ്പ്. അപ്പം നാച്ചുറൽ ബോർഡേഴ്സ് കാണാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് ആണെന്ന് പറഞ്ഞു. Okay, Appalachian and Rocky Mountains are two major mountain ranges situated in North America. നോർത്ത് അമേരിക്കയിലെ 2 പ്രധാനപ്പെട്ട മൗണ്ടെയ്ൻസിൻ്റെ പേര് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ അപ്പലേച്ചിയൻ, രണ്ടാമത്തേത് റോക്കി. ഓക്കെ. Find the location of these mountain ranges with the help of an atlas. The fertile plains in this continent are known as Great Plains. അപ്പോൾ ഈ കോണ്ടിനെൻറ്റിൽ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള പ്ലെയിൻസ് ഉണ്ട്, സമതലങ്ങളുണ്ട്, ഫ്ലാറ്റ് ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫെർട്ടൈൽ പ്ലെയിൻസ് ആണ്. അതിൻ്റെ പേരെന്താണ്? ഗ്രേറ്റ് പ്ലെയിൻസ് എന്നാണ്. ദ പ്രയറീസ് ആർ ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ്സ് ഓഫ് നോർത്ത് അമേരിക്ക. അപ്പോൾ നമ്മൾ പ്ലെയിൻസിനെ പറഞ്ഞു, അതേപോലെ തന്നെ നല്ല വാസ്റ്റ് ആയിട്ടുള്ള പുൽമേടുകളുണ്ട്. അതിനെ എന്ന് പറയുന്ന പേരാണ് പ്രയറീസ്. ഓക്കെ, പ്രയറീസും ഉണ്ട്, അതേപോലെ ഗ്രേറ്റ് പ്ലെയിൻസും ഉണ്ട്. സെവറൽ റിവേഴ്സ് ഇൻക്ലൂഡിങ് ദ മിസോറി ആൻഡ് മിസിസിപ്പി ആർ ദർ ഇൻ നോർത്ത് അമേരിക്ക. അതേപോലെ തന്നെ നദികൾ, റിവേഴ്സ്, മിസോറി, മിസിസിപ്പി ഇവയൊക്കെ എവിടെയാണുള്ളത്? നോർത്ത് അമേരിക്കയിലാണ്. 5 freshwater lakes which are known as 5 great lakes are also there in this continent. 5 തടാകങ്ങൾ, മലയാളത്തിൽ പറഞ്ഞാൽ പഞ്ചമഹാ തടാകങ്ങൾ എന്നറിയപ്പെടുന്ന, അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5
നല്ല ഫ്രഷ് വാട്ടർ ലേക്സ് ആണുള്ളത്. ഓക്കെ, അതും എവിടെയാണുള്ളത്? 5 ഫ്രഷ് വാട്ടർ ലേക്സ് നോൺ ആസ് 5 ഗ്രേറ്റ് ലേക്സ്, അതും ഈ കോണ്ടിനെന്റിലാണ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ദ ഗ്രേറ്റ് കാനിയൻ വിച്ച് ഈസ് എ ഹ്യൂജ് വാലി സിറ്റുവേറ്റഡ് ഇൻ അരിസോണ. ഗ്രേറ്റ് കാനിയൻ എന്ന് പറയുന്നത് അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹ്യൂജ് വാലിയാണ്. ഈസ് എ വണ്ടർ ഓഫ് ദ നേച്ചർ. അത് എന്താണ്? ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? നോർത്ത് അമേരിക്കയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? റോക്കി അപ്പലേഷ്യൻ ഉണ്ട്, അതേപോലെ പ്രയറീസ് ഉണ്ട്, അതേപോലെ പ്ലെയിൻസ് ഉണ്ട്, മിസോറി മിസിസിപ്പി ഉണ്ട്, അതേപോലെ 5 ഗ്രേറ്റ് ലേക്സ് ഉണ്ട്, അതേപോലെ അരിസോണയിലെ ഗ്രാൻഡ് കാന്യോൺ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിലെ ലൊക്കേഷൻ ആൻഡ് ബോർഡർ അത് നമ്മളോട് എഴുതാൻ പറഞ്ഞിരുന്നു. നോർത്ത് അമേരിക്ക ഈസ് സറൗണ്ടഡ് ബൈ 3 മേജർ ഓഷ്യൻസ്. പസഫിക് ഓഷൻ ഓൺ ദ വെസ്റ്റ് സൈഡിലുള്ളത് എന്താണ്? പസഫിക് ഓഷൻ ആണ്. അറ്റ്ലാന്റിക് ഓഷൻ ഓൺ ദ ഈസ്റ്റിലുള്ളത് അറ്റ്ലാന്റിക് ഓഷൻ ആണ്. നോർത്തിൽ ആർട്ടിക് ഓഷൻ ആണ്. ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്ഡ് കോണ്ടിനെന്റ്സ് വിത്ത് മെനി ബിഗ് സിറ്റീസ് ആൻഡ് അഡ്വാൻസ്ഡ് കൺട്രീസ്. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മേജർ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞ് നോട്ട് എഴുതാം. റോക്കി മൗണ്ടൻസ് എക്സ്റ്റെൻഡ് അലോങ് ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ നോർത്ത് അമേരിക്ക. Appalachian Mountains found in the eastern part of the continent. Great Plains, the fertile plains of North America, important for agriculture. Prairies means vast grasslands found in the interior region. Major rivers include Missouri and Mississippi. 5 great lakes, the world's largest group of freshwater lakes. Freshwater lakes ആണ്. അതിന്റെ പേരെന്താണ്? The 5 great lakes. The Great Canyon, a natural wonder in Arizona, formed by the Colorado River. It is a UNESCO World Heritage Site ആണ്. ഓക്കെ, ഗ്രാൻഡ് കാന്യോണിനെ പറ്റിയിട്ട് ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഗ്രേറ്റ് കാന്യോണിനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഗ്രാൻഡ് കാന്യോൺ ഈസ് എ ഹ്യൂജ് വാലി വിച്ച് ഈസ് അബൌട്ട് 446 കിലോമീറ്റർ ലോങ് അപ് ടു 29 കിലോമീറ്റർ വൈഡ് and more than 1,500 meters deep. This huge valley was formed as a result of action of the river Colorado over millions of years. This is a UNESCO World Heritage Site. അപ്പോൾ യുനെസ്കോ അംഗീകരിച്ച കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ഗ്രേറ്റ് കാന്യോൺ. ഇത് കൊളറാഡോ നദിയുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടായ ഒരു കുറേ വർഷങ്ങൾ കൊണ്ടുണ്ടായ ഒരു താഴ്വരയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ക്ലൈമറ്റ്. എന്താണ് നോർത്ത് അമേരിക്കയിലെ ക്ലൈമറ്റ് നമുക്ക് നോക്കാം. The northern region of the continent experience extreme cold as it lying close to the polar region. അപ്പം പോളാർ റീജിയനോട് അടുത്താണ് നോർത്ത് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോളാർ റീജിയൻ അറിയാമല്ലോ, ഭയങ്കര മഞ്ഞായിരിക്കും അല്ലെ. മഞ്ഞ് മുങ്ങിയ സ്ഥലങ്ങളാണ് പോളാർ റീജിയനിൽ ഉണ്ടാവുക. ഓക്കെ, ദ ടെമ്പറേച്ചർ റിലേറ്റീവ്ലി ഇൻക്രീസസ് വൈൽ മൂവിങ് ഫ്രം നോർത്ത് ടു ദ സൗത്ത്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുമ്പോൾ കുറേ നമുക്ക് ചൂട് അനുഭവപ്പെടും. ഏറെക്കുറെ എന്താണ്? തണുപ്പ് തന്നെയാണ്. നെക്സ്റ്റ് ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ ആൻഡ് ഫോണ അറിയാലോ, ചെടികളും മൃഗങ്ങളും എന്തൊക്കെയാണ്? നോർത്ത് അമേരിക്ക ഈസ് ഹാബിറ്ററ്റ് ഓഫ് ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. അപ്പോൾ ഒരുപാട് വൈവിധ്യമാർന്ന ചെടികളും അതേപോലെ തന്നെ മൃഗങ്ങളൊക്കെ എവിടെയുണ്ട്? നോർത്ത് അമേരിക്കയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഉദാഹരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ sequoia. The sequoia forest in the west and the grassland in the Great Plains are example for this. Sequoia പടിഞ്ഞാറ് ഭാഗത്തുള്ള സെക്വയ ഫോറസ്റ്റ് ഇതിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഗ്രേറ്റ് പ്ലെയിൻസും ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി സം വെറൈറ്റീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലുള്ള ഫ്ലോറയും ഫോണയുമാണ് ഇതുള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് കാലിഫോർണിയ പോപ്പി എന്നറിയപ്പെടുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോപ്പി ഉണ്ട്. ദിസ് ഈസ് വേറൊരു വെറൈറ്റി ആണ് കാലിഫോർണിയ പോപ്പി. ഇനി അടുത്തത് എന്താണ്? സഗ്വേരോ കാക്ടസ്, ഒരു കള്ളിച്ചെടിയാണ്. ഓക്കെ, മൂസ്. ഓക്കെ, ഇതാണ് സസ്യജന്തുജാലങ്ങൾ അവിടെയുള്ള ഫ്ലോറ ആൻഡ് ഫോണ. ഇനി നമുക്ക് ഹ്യൂമൻ ലൈഫ് നോക്കാം. ഓക്കെ,
The United States of America and Canada are renowned for their high standard of living and technological advancement. ഇപ്പോൾ USA നമുക്കറിയാം, അമേരിക്ക, കാനഡ ഇവയൊക്കെ നല്ല ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. ലാർജ് മെട്രോപൊളിറ്റൻ സിറ്റീസ് ഓഫ് ദ വേൾഡ് സച്ചസ് ന്യൂയോർക്ക്, ലോസ് ഏഞ്ചലസ് ആൻഡ് മെക്സിക്കോ ആർ സിറ്റുവേറ്റഡ് ഇൻ നോർത്ത് അമേരിക്ക. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ഒരുപാട് സിറ്റീസ് ഉണ്ട്, നല്ല പ്രശസ്തമായ സിറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ ഈ USA കാനഡയും ഒക്കെ ഈ ഒരു നോർത്ത് അമേരിക്കയിലാണ്. അതേപോലെ തന്നെ ന്യൂയോർക്ക്, ലോസ് ഏഞ്ചലസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ വലിയ വലിയ നഗരങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഫേവറബിൾ ക്ലൈമറ്റ് ആൻഡ് ഫെർട്ടൈൽ സോയിൽ എൻറിച്ച് ദ അഗ്രികൾച്ചർ സെക്ടർ ഹിയർ. ഇവിടെ നല്ല ഫേവറബിൾ കാലാവസ്ഥയാണ്, അതേപോലെ നല്ല ഫെർട്ടൈൽ സോയിലാണ്, അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൊക്കെ നല്ല ഡെവലപ്ഡ് ആണ്. പിന്നെ ഇവിടെ കാണുന്നത് ഇന്യൂട്സ് ആണ്. ഇന്യൂട്സിന് നമുക്കറിയാം എസ്കിമോസ് അല്ലേ, മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയാണ് നമ്മൾ ഇന്യൂട്സ് എന്ന് അല്ലെങ്കിൽ എസ്കിമോസ് എന്ന് പറയുന്നത്. who live in snowy areas is another feature of this continent. അപ്പോൾ അതും ഈ ഒരു കോണ്ടിനെന്റിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നോർത്ത് അമേരിക്ക ഫ്ലോറ ആൻഡ് ഫോണ. നോർത്ത് അമേരിക്ക ഹാസ് എ വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. കാലിഫോർണിയ പോപ്പി ആൻഡ് സഗ്വാര കാക്ടസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫ്ലോറ. The moose is one of the large animals found in the continent. Human life. The United States of America and Canada are known for their high standard of living and technological development. Large metropolitan cities such as New York, Los Angeles, and Mexico City are located here. The favorable climate and fertile soil make agriculture successful. Okay. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ക്ലൈമറ്റ് നോക്കാം. The northern region is extremely cold because it is close to the polar region. The temperature increases as we move southward. ഫ്ലോറ ആൻഡ് ഫോണ നമ്മൾ പറഞ്ഞു. നോർത്ത് അമേരിക്ക ഹാസ് എ റിച്ച് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സെക്വയ ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ വെസ്റ്റേൺ റീജിയൻ. ദ ഗ്രേറ്റ് പ്ലെയിൻസ് ആർ കവേർഡ് വിത്ത് ഗ്രാസ്ലാൻഡ്. എക്സാമ്പിൾസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ ഇൻക്ലൂഡ് കാലിഫോർണിയ പോപ്പി, ഒരു ഫ്ലവർ ആണ്. സെക്വയ കാക്ടസ്, അതൊരു പ്ലാന്റ് ആണ്. മൂസ്, അതൊരു ആനിമൽ ആണ്. ഹ്യൂമൻ ലൈഫ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈലി ഡെവലപ്ഡ് കൺട്രീസ് ആണ് അവിടെ ഉള്ളത്. അതേപോലെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അതേപോലെ മോഡേൺ ഇൻഡസ്ട്രീസും അഗ്രികൾച്ചറും അവിടെ ഉണ്ട്. വിച്ച് ഓഷ്യൻസ് സറൗണ്ടഡ് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്ക സറൗണ്ട് ചെയ്ത 3 ഓഷ്യൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? പസഫിക്, അറ്റ്ലാന്റിക്, ഓക്കെ, ആർട്ടിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ 2 മേജർ മൗണ്ടൻ റേഞ്ചസ് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലുള്ള പ്രശസ്തമായ മൗണ്ടൻ റേഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതാണ്? ദാറ്റ് ഈസ് റോക്കി മൗണ്ടൻസ് ആൻഡ് അപ്പലേച്ചിയൻ. ഓക്കെ, റോക്കി മൗണ്ടൻസ് ആൻഡ് അപ്പലേച്ചിയൻ. ഓക്കെ, വാട്ട് ആർ ദ ഫെർട്ടൈൽ പ്ലെയിൻസ് ഓഫ് നോർത്ത് അമേരിക്ക കോൾഡ്? നോർത്ത് അമേരിക്കയിലുള്ള ആ ഫെർട്ടൈൽ പ്ലെയിൻസിന് ഒരു പേര് വിളിക്കും, അത് നമ്മൾ പറഞ്ഞു, ദ ഗ്രേറ്റ് പ്ലെയിൻസ്. എന്താണ്? ദ ഗ്രേറ്റ് പ്ലെയിൻസ്. ഓക്കെ, ദ ഗ്രേറ്റ് പ്ലെയിൻസ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ്സ് ഓഫ് നോർത്ത് അമേരിക്ക നോൺ ആസ്? നോർത്ത് അമേരിക്കയിലെ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് നമ്മൾ ഏത് പേരിലാണ് നമ്മൾ പരിചയപ്പെട്ടത്? പ്രയറീസ്. ഓക്കെ, പ്രയറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ആണ്. വിച്ച് ആർ ദ 2 മെയിൻ റിവേഴ്സ് ഇൻ നോർത്ത് അമേരിക്ക? നോർത്ത് അമേരിക്ക 2 റിവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് മിസോറി ആൻഡ് മിസിസിപ്പി. വാട്ട് ആർ 5 ഗ്രേറ്റ് ലേക്സ്? 5 ഗ്രേറ്റ് ലേക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 5 large freshwater lakes in North America. നോർത്ത് അമേരിക്കയിലുള്ള 5 ഫ്രഷ് വാട്ടർ ലേക്സ് ആണ് 5 ഗ്രേറ്റ് ലേക്സ് എന്ന് അറിയപ്പെടുന്നത്. വാട്ട് ഈസ് ദ ഗ്രാൻഡ് കാനിയോൺ ആൻഡ് വേർ ഈസ് ഇറ്റ് ലൊക്കേറ്റഡ്? അപ്പോൾ ഗ്രാൻഡ് കാനിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹ്യൂജ് വാലി ഇൻ അരിസോണ. എവിടെയാണുള്ളത്? അരിസോണയിലാണ്. ഫോംഡ് ബൈ ദ കൊളറാഡോ റിവർ ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ഡസ് ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ അമേരിക്ക എക്സ്പീരിയൻസ്? നോർത്തേൺ പാർട്ട് ഓഫ് അമേരിക്ക എക്സ്പീരിയൻസ് എന്താണ്? എക്സ്ട്രീം കോൾഡ് ആണ് ഡ്യൂ ടു പ്രോക്സിമിറ്റി ടു ദ പോളാർ റീജിയൻ. നെയിം എനി 2 പ്ലാന്റ്സ് ഫൗണ്ട് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ കാണുന്ന 2 പ്ലാന്റ്സിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ കാലിഫോർണിയ പോപ്പി ആൻഡ് സഗാരോ കാക്ടസ്, ഒരു കള്ളിമുൾച്ചെടിയാണ്. നെയിം 1 ആനിമൽ ഫൗണ്ട് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലുള്ള കണ്ടുവരുന്ന ഒരു ആനിമലിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? മൂസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? നോർത്ത് അമേരിക്കയെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഫ്ലോറ ആൻഡ് ഫോണ, കാലിഫോർണിയ പോപ്പി, സഗ്വേര കാട്രിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഹ്യൂമൻ ലൈഫ് നമ്മൾ പഠിച്ചു. ഓക്കെ,
ഇനി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് നോർത്ത് അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഒന്ന് നോക്കാം. നെയിം 2 ഡെവലപ്ഡ് കൺട്രീസ് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലെ 2 ഡെവലപ്ഡ് കൺട്രീസ് എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് കാനഡ. നെയിം 2 മേജർ സിറ്റീസ് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലെ മേജർ സിറ്റീസ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ന്യൂയോർക്ക് ആൻഡ് ലോസ് ആഞ്ചലസ്. ഹു ആർ ഇന്യൂട്സ് അല്ലെങ്കിൽ എസ്കിമോസ്? പീപ്പിൾ ഹു ലിവ് ഇൻ ദ സ്നോയി റീജിയൻ ഓഫ് നോർത്ത് അമേരിക്ക. സ്നോയി റീജിയനിൽ, അതായത് മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് ഇന്യൂട്സ് അല്ലെങ്കിൽ എസ്കിമോ. ഈ 2 പേര് അവരെ വിളിക്കും. വാട്ട് ആർ ദ 2 എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ് ഫൗണ്ട് ഇൻ നോർത്ത് അമേരിക്ക? നോർത്ത് അമേരിക്കയിലുള്ള പ്ലാന്റ്സിന്റെ പേര് നിങ്ങൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ മറന്നു പോവില്ല. കാലിഫോർണിയ പോപ്പി ആൻഡ് സഗ്വാരോ കാക്ടസ്. നെയിം 1 ആനിമൽ ഫൗണ്ട് ഇൻ നോർത്ത് അമേരിക്ക, ദാറ്റ് ഈസ് മൂസ്. ഓക്കെ. വാട്ട് ഹെൽപ്സ് ദ അഗ്രികൾച്ചർ സെക്ടർ ഇൻ നോർത്ത് അമേരിക്ക? എന്താണ് അഗ്രികൾച്ചർ സെക്ടർ അവിടെ ഡെവലപ്പ് ആവാൻ കാരണം? ഫേവറബിൾ ക്ലൈമറ്റ് ആൻഡ് ഫെർട്ടൈൽ സോയിൽ. ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് എന്താണ്? നമുക്ക് നോർത്ത് അമേരിക്കയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിച്ചത്. ഇനി നമ്മൾ സൗത്ത് അമേരിക്കയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അത് നമുക്ക് ആമസോൺ തടത്തിൽ നിന്ന്. ഹാവിങ് യു ഹിയർഡ് അബൌട്ട് ആമസോൺ റെയിൻ ഫോറസ്റ്റ്? ആമസോൺ മഴക്കാടുകളെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല അല്ലേ? ദീസ് ആർ കോൾഡ് ദ ലങ്സ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് എന്തറിയപ്പെടുന്നത്? ആമസോൺ ബേസിൻ അറിയപ്പെടുന്നത്. ദ ആമസോൺ ഫോറസ്റ്റ് വിച്ച് ഇസ് ദ ഹാബിറ്റേറ്റ് ഓഫ് ഹ്യൂജ് വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ദാറ്റ് ആർ നോട്ട് ഫൗണ്ട് എനിവർ എൽസ് ഇൻ സൗത്ത് അമേരിക്ക. അപ്പോൾ ഈ സൗത്ത് അമേരിക്കയിലാണ് ആമസോൺ മഴക്കാടുകൾ ഉള്ളത്. അവിടെ ലോകത്ത് നമ്മൾ എവിടെയും കാണാത്ത തരത്തിലുള്ള സസ്യങ്ങളും ജന്തുക്കളും ആനിമൽസും അതേപോലെ പ്ലാന്റ്സും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ സൗത്ത് അമേരിക്ക ദ ലാൻഡ് ഓഫ് ആമസോൺ. അപ്പോൾ സൗത്ത് അമേരിക്കയിലാണ് ആമസോൺ മഴക്കാടുകൾ ഉള്ളത്. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആമസോൺ റിവർ ഉണ്ട്. ആമസോൺ റിവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് ഫ്ലോസ് ത്രൂ സൗത്ത് അമേരിക്ക. അതേപോലെ ആമസോൺ റിവർ ദ ലാർജസ്റ്റ് റിവർ ഇൻ ദ വേൾഡ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് നോൺ ആസ് ദ ലങ്സ് ഓഫ് ദ എർത്ത്. ദേ ഹോസ്റ്റ് കൗണ്ട്ലെസ് സ്പെഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പിന്നെ ആൻഡീസ് മൗണ്ടൻ. പിന്നെ അടുത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും നീളമേറിയ മൗണ്ടൻസ് ആണ് ആൻഡീസ്. ആ ആൻഡീസും എവിടെയാണുള്ളത്? സൗത്ത് അമേരിക്കയിലാണ്. ദ ലോങ്ങസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ദ വേൾഡ് റൺസ് അലോങ് ദ വെസ്റ്റേൺ സൈഡ് ഓഫ് ദി കോണ്ടിനെൻറ്റ്. ഓക്കെ. പിന്നെ അടുത്ത പറയാനുള്ളത് അറ്റക്കാമ മരുഭൂമി, അറ്റക്കാമ ഡെസേർട്ട്. അതും ദ മോസ്റ്റ് അരിഡ് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡ്രൈ. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഡെസേർട്ടാണ് ഇൻ ദ വേൾഡ്. ഓക്കെ. ഇനി അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണയെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ സൗത്ത് അമേരിക്ക ഈസ് റിച്ച് ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് വിത്ത് തിക്ക് വെജിറ്റേഷൻ. Many rare species of plants and animals are found here that exist nowhere else on earth. ഭൂമിയിൽ ഒരിടത്തും കാണാത്ത മൃഗങ്ങളെയും അതേപോലെ ചെടികളെയൊക്കെ നമുക്ക് കാണാം. പിന്നെ തിക്ക് ഫോറസ്റ്റ് ആണ്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് നോക്കാം. വിച്ച് റിവർ ഈസ് ദ ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്? ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റിവർ ആമസോൺ റിവർ. വാട്ട് ആർ ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കോൾഡ്? ദ ലെങ്സ് ഓഫ് ദ എർത്ത്. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ദ വേൾഡ്? ആൻഡീസ് മൗണ്ടൻ. വിച്ച് ഈസ് ദ ഡ്രൈയസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ്? അറ്റക്കാമ ഡെസേർട്ട്. ഓക്കെ. ദ ആൻഡീസ് മൗണ്ടൻ The Andes mountain range, which is the longest in the world, and Amazon the largest river on earth. അതൊക്കെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും നീളമേറിയ മൗണ്ടനായ ആൻഡീസും അതേപോലെ തന്നെ ഏറ്റവും വലിയ റിവറായ ആമസോണും ഇവിടെയാണുള്ളത്, സൗത്ത് അമേരിക്കയിലാണുള്ളത്. The major part of the vast Amazon river basin is rainforest. The Atacama, which is the most arid desert in the world, is another geographical features of South America. അതേപോലെ തന്നെ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള മരുഭൂമി എവിടെയുള്ളത്? അറ്റക്കാമ. അത് എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. ഓക്കെ. ഇനി നമുക്ക് ക്ലൈമറ്റ് നോക്കാം. As it is in the equatorial region, the northern region of South America are very hot and get plenty of rainfall. അപ്പോൾ ഇക്വേറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്, അതേപോലെ തന്നെ നല്ല മഴയും കിട്ടുന്നുണ്ട്. ദ സദേൺ മോസ്റ്റ് റീജിയൻ ഓഫ് സൗത്ത് അമേരിക്ക എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ്. എന്നാൽ അതിൻ്റെ തെക്ക് ഭാഗത്ത് അതായത് സൗത്ത് അമേരിക്കയുടെ തെക്ക് ഭാഗത്ത് എന്താണ്? എക്സ്ട്രീം കോൾഡാണ്. ഇനി ഫ്ലോറ ആൻഡ് ഫോണ, ചെടികളും അവിടുത്തെ മൃഗങ്ങളും നമുക്ക് നോക്കാം. സൗത്ത് അമേരിക്ക
which includes the Amazon rainforest is rich in biodiversity. അപ്പം നമുക്കറിയാം ആമസോൺ മഴക്കാടുള്ളതുകൊണ്ട് തന്നെ അവിടെ നല്ല ജൈവ വൈവിധ്യങ്ങൾ ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാവും. ദിസ് പ്ലേസ് ഈസ് ഫേമസ് ഫോർ ആമസോൺ വാട്ടർ ലില്ലി. അപ്പോൾ ആമസോൺ വാട്ടർ ലില്ലി അവിടെ ഫേമസ് ആണ്. പിന്നെ അനാക്കൊണ്ട ആൻഡ് സോ ഓൺ. ദ ആൻഡീസ് മൗണ്ടെയിൻ in South America is the habitat of a flowering plant called Andean lupin. Andean lupin എന്നൊരു നല്ലൊരു ഫ്ലവറിങ് ഒരു ചെടി ഉണ്ട് അവിടെ. അത് അവിടുത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു ചെടിയാണ്. എന്താണ് പേര്? ആൻഡിയൻ ലൂപ്പിൻ. ഓക്കെ. ആൻഡ് മാമൽസ് സച്ച് ആസ് ലാമ. പിന്നെ വേറെ എന്തുണ്ട്? മാമൽസ് ഉണ്ട്. ലാമ പോലെയുള്ള മാമൽസും അവിടെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഹാബിറ്റാറ്റ് ആണ്. പിന്നെ അടുത്തത് പാൻറ്റനൽ ഇൻ സൗത്ത് അമേരിക്ക ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രോപ്പിക്കൽ വെറ്റ്ലാൻഡ് ഏരിയാസ് ഇൻ ദ വേൾഡ്. വേൾഡ് തന്നെ ഏറ്റവും വലിയ വെറ്റ്ലാൻഡ് ഏരിയ ആണ് സൗത്ത് അമേരിക്കയിലെ പാൻറ്റനൽ. ഓക്കെ, പാൻറ്റനൽ. ഓക്കെ. എ മാമൽ കോൾഡ് കാപ്പിബാര. എന്താണ്? കാപ്പിബാര ക്യാൻ ബി സീൻ ഇൻ ദിസ് ഏരിയ. പിന്നെ വേറൊരു മാമലാണ്, നമ്മൾ നേരത്തെ ഒരു മാമൽ പറഞ്ഞു, അതിൻ്റെ പേരെന്തായിരുന്നു? ലാമ. അതേപോലെ തന്നെ കാപ്പിബാര എന്ന മാമലും ഈ ഒരു ഏരിയയിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് പോയിന്റ്സ് എന്തൊക്കെയാണ്? ദ നോർത്തേൺ റീജിയൻ ഓഫ് സൗത്ത് അമേരിക്ക ലൈൻ നിയർ ദ ഇക്വേറ്റർ, സോ ദേ ആർ വെരി ഹോട്ട് ആൻഡ് റിസീവ് ഹെവി റെയിൻഫോൾ. സദേൺ മോസ്റ്റ് റീജിയൻ എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ് ബിക്കോസ് ദേ നിയർ the polar region. Flora and fauna. South America is rich in biodiversity and includes Amazon rainforest, the largest rainforest in the world. Amazon water lily, anaconda, and many other species are found in this region. The Andes Mountains are home to Andean lupin, a flowering plant, and llama, a mountain mammal. Pantanal is one of the world's largest tropical wetlands where capybaras live. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. പിന്നെ അടുത്തത് ഹ്യൂമൻ ലൈഫാണ്, അവിടുത്തെ ആൾക്കാരുടെ ജീവിതം. മെനി പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, ഫിഷിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ്. കുറേ ആൾക്കാർ അഗ്രികൾച്ചറിനും അതേപോലെ ഫിഷിങ്, മത്സ്യബന്ധനം, അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ്. ദിസ് കോണ്ടിനെന്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആസ് ഇൻഡിജിനിയസ് പീപ്പിൾ, യൂറോപ്യൻസ്, ആഫ്രിക്കൻ ആൻഡ് ഏഷ്യൻസ്. ഇനി അടുത്ത 1 ചോദ്യം നോക്കാം. വിച്ച് കോണ്ടിനെന്റ് ഇൻക്ലൂഡ്സ് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്? ഏത് കോണ്ടിനെന്റിലാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഉള്ളത്? എവിടെയാണ്? സൗത്ത് അമേരിക്ക. വാട്ട് കൈൻഡ് ഓഫ് ക്ലൈമറ്റ് ഡസ് ദ നോർത്തേൺ റീജിയൻ ഓഫ് സൗത്ത് അമേരിക്ക ഹാവ്? ഹോട്ട് ആൻഡ് റെയിനി. Why is the southernmost part of South America very cold? Because it is near the polar region. Name the famous flowering plant found in Andes Mountain. Andes Mountain കാണുന്ന ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ പേരെന്താണ്? ആൻഡിയൻ ലൂപ്പിൻ. നെയിം എ മാമൽ ദാറ്റ് ലിവ്സ് ഇൻ ദ ആൻഡീസ് മൗണ്ടൻസ്. ആൻഡീസ് മൗണ്ടൻസിൽ ജീവിക്കുന്ന ഒരു മാമലിൻ്റെ പേര് ലാമ. വാട്ട് ഈസ് പാൻറ്റനൽ? പാൻറ്റനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രോപ്പിക്കൽ വെറ്റ്ലാൻഡ്സ് ഇൻ ദ വേൾഡ്. വാട്ട് ഈസ് ദ ആമസോൺ വാട്ടർ ലില്ലി നോൺ ഫോർ? എന്താണ് ആമസോൺ വാട്ടർ ലില്ലി? ഇറ്റ് ഈസ് ദ ലാർജ് അക്വാട്ടിക് പ്ലാന്റ് ഫൗണ്ട് ഇൻ ദ ആമസോൺ റിവർ ബേസിൻ. വിച്ച് സ്നേക്ക് ഈസ് കോമൺ ഇൻ ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്? ആമസോൺ റെയിൻ ഫോറസ്റ്റിലുള്ള സ്നേക്കിൻ്റെ പേരെന്താണ്? അനാക്കൊണ്ട. വാട്ട് ആർ ദ മെയിൻ ഓക്യുപ്പേഷൻസ് ഓഫ് സൗത്ത് അമേരിക്കൻസ്? സൗത്ത് അമേരിക്കൻസിൻ്റെ മെയിൻ ജോലി എന്താണ്? അഗ്രികൾച്ചർ, ഫിഷിംഗ് ആൻഡ് ഇൻഡസ്ട്രി. What makes South America culturally diverse? The presence of indigenous people, Europeans, Africans and Asians. ഇനി കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് പരിചയപ്പെടാം. ആൻഡിയൻ ലൂപ്പി എന്ന് പറയുന്നത് ഇതാണ്. ആമസോൺ വാട്ടർ ലില്ലി, ലാമ, കാപ്പിബറീസ്. ഓക്കെ, കാപ്പിബാര. ഇനി കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നോർത്തേൺ റീജിയൻ ഓഫ് സൗത്ത് അമേരിക്ക ലൈസ് നിയർ ട്രോപ്പിക് ഓഫ് ആൻസർ, ഇക്വേറ്റർ, ആർട്ടിക് സർക്കിൾ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇക്വേറ്ററിൻ്റെ അടുത്താണ് സൗത്ത് അമേരിക്ക ഉള്ളത്. ദ സദേൺ മോസ്റ്റ് റീജിയൻ ഓഫ് സൗത്ത് അമേരിക്ക എക്സ്പീരിയൻസ് ഹെവി റെയിൻഫോൾ, എക്സ്ട്രീം കോൾഡ്, ഹോട്ട് വിൻഡ്, മോഡറേറ്റ് ടെമ്പറേച്ചർ. ശരിയായ ഉത്തരം എന്താണ്? എക്സ്ട്രീം കോൾഡ്. ദ ലാർജസ്റ്റ് റെയിൻ ഫോറസ്റ്റ് ഇൻ ദ വേൾഡ് ഈസ് ദ കോങ്കോ റെയിൻ ഫോറസ്റ്റ്, ജെയിൻ ട്രീ റെയിൻ ഫോറസ്റ്റ്, ആമസോൺ റെയിൻ ഫോറസ്റ്റ്, സുന്ദർബാൻസ്. എന്താണ്? ആമസോൺ റെയിൻ ഫോറസ്റ്റ്. The Amazon water lily is found in Asia, Africa, South America, Europe.
ആമസോൺ വാട്ടർ ലില്ലി എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. ദ ആൻഡീസ് മൗണ്ടൻ ആർ ലൊക്കേറ്റഡ് ഇൻ ആഫ്രിക്ക, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക. ആൻഡീസ് മൗണ്ടൻ എവിടെയാണ്? സൗത്ത് അമേരിക്ക. ദ ആൻറ്റിയൻ ലൂപ്പിൻ ഈസ് എ ട്രീ, ഫ്ലവറിംഗ് പ്ലാന്റ്, റെപ്റ്റൈൽ, വെറ്റ്ലാൻഡ്. എന്താണ്? ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. Next question. The capybara lives mainly in Sahara Desert, Pantanal wetlands, Himalayas, Gobi Desert. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? പാന്റനൽ വെറ്റ്ലാൻഡ്സ്. South America is known for its cold desert, cultural diversity, polar ice caps, space population. Option B ആണ് കറക്റ്റ് ആൻസർ. The Amazon River Basin is famous for its coral reefs, tropical rainforest, deserts, grassland. നമുക്കറിയാം ആമസോൺ റിവർ ബേസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റെയിൻ ഫോറസ്റ്റ് ആണ്. ഓക്കെ. ദ ലാമ ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ. ലാമ എവിടെയാണ് കാണുന്നത്? ഇറ്റ് ഈസ് എ മാമൽ. അത് എവിടെയാണ് കാണുന്നത്? പാന്റനൽ, ആൻഡീസ് മൗണ്ടൻസ്, ആമസോൺ ബേസിൻ, അറ്റക്കാമ ഡെസേർട്ട്. അപ്പോൾ എവിടെയാണ് കാണുന്നത്? ആൻഡീസ് മൗണ്ടൈനിലാണ് നമ്മൾ ലാമ കാണുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ സൗത്ത് അമേരിക്ക? സൗത്ത് അമേരിക്കയെ കാണാത്തത് ഏത്? നമ്മൾ കുറേ ഫീച്ചേഴ്സ് അതിൻ്റെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണോ, ആൻഡീസ് മൗണ്ടൻ ആണോ, ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട് ആണോ, പാന്റലാണോ? ഇതിൽ ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട് ഒഴികെ ബാക്കിയെല്ലാം എന്തിലുള്ളതാണ്? സൗത്ത് അമേരിക്കയിലുള്ളതാണ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. ആൻഡീസ് മൗണ്ടൻസ് എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. പാന്റനാൽ എവിടെയാണ്? അതും സൗത്ത് അമേരിക്കയിലാണ്. അപ്പോൾ ഇതിലില്ലാത്തത് എന്താണ്? ഗ്രേറ്റ് വിക്ടോറിയ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്തത് അന്റാർട്ടിക്ക കോണ്ടിനെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ സൗത്ത് അമേരിക്കയെ കുറിച്ച് വിശദമായിട്ട് തന്നെ പഠിച്ചു. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഫുൾ നോട്ട്സും പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക 4 കോണ്ടിനെൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡീറ്റെയിൽസ് നമ്പർ 97 നിങ്ങൾക്ക് കാണാം. 2 പിക്ചേഴ്സ് ഉണ്ടല്ലേ. ഒന്നാമത്തെ മൈത്രി, രണ്ടാമത്തേത് ഭാരതി. ഓക്കെ. ഇൻ സെർച്ച് ഓഫ് വൈറ്റ് കോണ്ടിനെൻറ്റ്, വെളുത്ത ഭൂഖണ്ഡം ഏതാണെന്ന് നോക്കാം. മൈത്രി ആൻഡ് ഭാരതി ആർ 2 റിസർച്ച് സെൻറ്റേഴ്സ് ദാറ്റ് ഇന്ത്യ had established for various studies. In which continent are these situated? അപ്പോൾ നമ്മൾ വിവിധ പഠനങ്ങൾക്കായിട്ട് ഇന്ത്യ സ്ഥാപിച്ച 2 റിസർച്ച് സെൻറ്റേഴ്സ് ആണ് മൈത്രിയും അതേപോലെ ഭാരതിയും. ഇതെവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അന്റാർട്ടിക്കയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 98% ഓഫ് ദ കോണ്ടിനെൻറ്റ് ഈസ് കവേർഡ് ബൈ അന്റാർട്ടിക് ഗ്ലേസിയർ. മോസ്റ്റ് ഓഫ് ദ പ്യുവർ വാട്ടർ ഓൺ എർത്ത് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ഗ്ലേസിയർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 98% എന്താണ്? ഗ്ലേസിയേഴ്സ് ആണ്. മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ഒരു ഭൂഖണ്ഡമാണ്, കോണ്ടിനെൻ്റാണ് അന്റാർട്ടിക്ക. നമ്മുടെ ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ മുഴുവൻ പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് ഭൂരിഭാഗവും ഇവിടെയാണ് ഉള്ളത്. Observe figure and the globe and find the location of Antarctica. നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ കോണ്ടിനെൻറ്റ് ദാറ്റ് ഈസ് സറൗണ്ടഡ് എൻറ്റയർലി ബൈ ദ സദേൺ ഓഷ്യൻ. അപ്പോൾ ഇത് കവേർഡ് ബൈ സദേൺ ഓഷ്യൻ ആണ്. സദേൺ ഓഷ്യനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു കോണ്ടിനെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അന്റാർട്ടിക്ക എന്ന് പറയാം. ലെറ്റ് us examine the geographical features of Antarctica. അന്റാർട്ടിക്കയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. The trans-Antarctic mountain ranges divide the continent as Eastern Antarctica and Western Antarctica. ഈ ഒരു കോണ്ടിനെൻറ്റിനെ ഈസ്റ്റേൺ അന്റാർട്ടിക്ക എന്നും വെസ്റ്റേൺ അന്റാർട്ടിക്ക എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് മൗണ്ടൻ റേഞ്ചസ് ആണ്? ട്രാൻസ് അന്റാർട്ടിക്ക എന്ന് പറഞ്ഞ മൗണ്ടൻ റേഞ്ചസ് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അന്റാർട്ടിക് പെനിൻസുല ഈസ് എ ജിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് അന്റാർട്ടിക്ക വിച്ച് ലൈസ് ക്ലോസ് ടു സൗത്ത് അമേരിക്ക. അപ്പോൾ സൗത്ത് അമേരിക്കയോട് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയുടെ തന്നെ ഒരു ഭാഗമാണ് അന്റാർട്ടിക്. ഓക്കെ, അന്റാർട്ടിക് പെനിൻസുല. അപ്പോൾ അന്റാർട്ടിക് പെനിൻസുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലോസ് ടു സൗത്ത് അമേരിക്കയാണ്. ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ അന്റാർട്ടിക്ക ഈസ് വിൻസെൻ്റ് മാസീവ്. വിൻസെൻ്റ് മാസീവ് ആണ് ഏറ്റവും വലിയ മൗണ്ടൻ. സെവറൽ വോൾക്കാനോസ് ക്യാൻ ഓൾസോ ബി സീൻ ഇൻ ദിസ് കോണ്ടിനെൻറ്റ്. ഒരുപാട് വോൾക്കാനോസ്, അഗ്നിപർവ്വതങ്ങളൊക്കെ ഈ ഒരു കോണ്ടിനെൻറ്റിലുണ്ട്. ഇനി ക്ലൈമറ്റ് നോക്കാന്ന് വെച്ചാൽ Antarctica is a cold desert which is covered by snow throughout year. നമുക്കറിയാം throughout year എന്താണ്? മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കോണ്ടിനെൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് അന്റാർട്ടിക്ക വിച്ച് മേക്സ് ഇറ്റ്സ് ക്ലൈമറ്റ് യൂണിക്. അപ്പം അതിൻ്റെ സ്ഥാനം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിനെ ജോഗ്രഫിക്കലി ഒരു സ്പെഷ്യലാക്കുന്നത്.
Okay, search of a white continent, Antarctica. Geographical features നമുക്ക് നോക്കാം. Antarctica is the southernmost continent of the earth. It is surrounded by entirely by Southern Ocean. About 98% of continent is covered by Antarctic glacier, which holds most of the pure water on Earth. The trans-Antarctic mountain ranges divide into Eastern Antarctica and Western Antarctica. The Antarctica Peninsula lies close to South America. The highest mountain in Antarctica is Vincent Massif. Several volcanoes are also found here. ഇനി നമുക്ക് ക്ലൈമറ്റ് നോക്കാൻ വെച്ചാൽ അന്റാർട്ടിക്ക ഈസ് എ കോൾഡ് ഡെസേർട്ട് കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദ ഇയർ. ഇറ്റ് ഈസ് ദ കോൾഡസ്റ്റ് ആൻഡ് ഡ്രൈയസ്റ്റ് കോണ്ടിനെൻറ്റ് ഓൺ എർത്ത്. ഇനി ഇവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ, ചെടികളും മൃഗങ്ങളും നോക്കാൻ വെച്ചാൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഒൺലി എ ഫ്യൂ മോസസ് ഗ്രോ ഇൻ ദ ക്രാക്സ് ഓഫ് ഗ്ലേസിയർ. ഈ ഗ്ലേസിയറിൻ്റെ ഒക്കെ ക്രാക്സ് ഉണ്ടാവില്ലേ, വിള്ളലുകൾ, അവിടെ കുറച്ച് പായൽ, നമുക്കറിയാം മോസസ് എന്ന് പറഞ്ഞാൽ പായൽ, അത് വെച്ചാൽ വേറെ ഒന്നും അവിടെ ചെടികളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഫോണ, പെൻഗിൻസ് ആൻഡ് സീൽസ് ആർ കോമൺ അലോങ് ദ കോസ്റ്റൽ റീജിയൻസ്. ഇപ്പം പെൻഗിൻസും സീൽസും ആണ് ഇവിടുത്തെ ഉള്ള മൃഗങ്ങൾ. ഫോണയെ കുറിച്ച് പറയാന്ന് വെച്ചാൽ, മൃഗങ്ങളെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നമുക്ക് പെൻഗിനെയും അതേപോലെ തന്നെ സീലുകളെയും പറയാം. ഓക്കെ, ഹ്യൂമൻ ലൈഫ്, ഇവിടുത്തെ ജനജീവിതം എങ്ങനെയാണെന്ന് നോക്കാം. ദർ ഇസ് നോ പെർമനൻറ്റ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഇൻ അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ തീരെ മനുഷ്യവാസം ഇല്ല. ഓൺലി റിസർച്ചേഴ്സ് ആൻഡ് അഡ്വഞ്ചർ ടൂറിസ്റ്റ് വിസിറ്റ് ദ കോണ്ടിനെൻറ്റ്. ഇവിടെ സന്ദർശിക്കുന്ന ആൾക്കാരാണ് ആരൊക്കെയാണ്? റിസർച്ചേഴ്സ്. എന്തെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, മൈത്രി ഭാരതി നമ്മുടെ ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷനാണ്. അതേപോലെ റിസർച്ചിൻ്റെ കാര്യങ്ങളായിട്ട് എത്തുന്ന ആൾക്കാരും അതേപോലെ തന്നെ സാഹസിക യാത്രക്കാരും, ഇവ രണ്ട് ആൾക്കാരാണ് മോസ്റ്റ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഇന്ത്യ ഹാസ് 2 റിസർച്ച് സ്റ്റേഷൻ ഹിയർ, മൈത്രി ആൻഡ് ഭാരതി. നമുക്ക് 2 റിസർച്ച് സ്റ്റേഷനാണുള്ളത്. എന്താണ്? മൈത്രിയും ഭാരതിയും. ഓക്കെ, നമ്മൾ അതൊക്കെയാണ് ഇവിടെ നോട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് കോണ്ടിനെൻറ്റ് ഈസ് സറൗണ്ടഡ് ബൈ കംപ്ലീറ്റ്ലി സദേൺ ഓഷൻ? സദേൺ ഓഷനായിട്ട് ചുറ്റപ്പെട്ട കോണ്ടിനെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആൻസർ എന്ത് എഴുതാം? അന്റാർട്ടിക്ക. വാട്ട് പെർസെൻറ്റേജ് ഓഫ് അന്റാർട്ടിക്ക ഈസ് കവേർഡ് ബൈ ഗ്ലേസിയേഴ്സ്? ഗ്ലേസിയേഴ്സ് കവർ ചെയ്യുന്ന അബൌട്ട് 98%. വാട്ട് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ അന്റാർട്ടിക്ക? അന്റാർട്ടിക്കയിലെ മൗണ്ടൻ്റെ പേരെന്താണ്? വിൻസെന്റ് മാസിവ്. നെയിം 2 റിസർച്ച് സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഇന്ത്യ ഇൻ അന്റാർട്ടിക്ക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മൈത്രി ആൻഡ് ഭാരതി. വിച്ച് മൗണ്ടൻ റേഞ്ച് ഡിവൈഡ്സ് അന്റാർട്ടിക്ക ഇൻറ്റു 2 പാർട്സ്? അന്റാർട്ടിക്കയെ 2 ഭാഗങ്ങളാക്കുന്ന മൗണ്ടൻ റേഞ്ച് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? ദ ട്രാൻസ് അന്റാർട്ടിക് മൗണ്ടൻ റേഞ്ച്. വാട്ട് ആർ ദ 2 പാർട്സ് ഓഫ് അന്റാർട്ടിക് കോൾഡ്? 2 ഭാഗം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെയാണ്? ഈസ്റ്റേൺ അന്റാർട്ടിക്ക ആൻഡ് വെസ്റ്റേൺ അന്റാർട്ടിക്ക. വാട്ട് ഈസ് ദ ക്ലൈമറ്റ് ഓഫ് അന്റാർട്ടിക്ക ലൈക്ക്? അന്റാർട്ടിക്കയിലെ ക്ലൈമറ്റ് എങ്ങനെയാണ്? എക്സ്ട്രീംലി കോൾഡ്. ഇറ്റ് ഈസ് എ കോൾഡ് ഡെസേർട്ട് കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ, നെയിം 2 ആനിമൽസ് ഫൗണ്ട് ഇൻ അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ കാണുന്ന 2 മൃഗങ്ങളെ നമ്മൾ പറഞ്ഞല്ലോ, പെൻഗിൻസും സീൽസുമാണ്. വാട്ട് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ഗ്രോ ഇൻ അന്റാർട്ടിക്ക? അന്റാർട്ടിക്കയിൽ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഗ്ലേസിയറിന്റെ ക്രാക്സിൽ ഉണ്ടാവുന്ന മോസസ്, പായൽ, മോസസ് ഫൗണ്ട് ഇൻ ദ ക്രാക്സ് ഓഫ് ഗ്ലേസിയേഴ്സ്. ഹു ആർ ദ പീപ്പിൾ ദാറ്റ് വിസിറ്റ് അന്റാർട്ടിക്ക? അന്റാർട്ടിക്ക വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? റിസർച്ചേഴ്സ് ആൻഡ് അഡ്വഞ്ചർ ടൂറിസ്റ്റ്. ഓക്കെ, ഇതൊന്നും കണ്ടല്ലോ, മോസസ് കണ്ടു, പെൻഗിൻ കണ്ടു, സീഡ്സ് കണ്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Name 2 animals found in Antarctica, that is penguin and seal. What type of plants grow in Antarctica? Moses. Why is human habitation limited Antarctica? അന്റാർട്ടിക്കയിൽ എന്തുകൊണ്ടാണ് മനുഷ്യവാസം ഇല്ലാത്തത്? ബിക്കോസ് ഓഫ് എക്സ്ട്രീം കോൾഡ് ക്ലൈമറ്റ് ആൻഡ് തിക്ക് ഐസ് കവർ. Who visits Antarctica? Research and adventure tourist. Name the 2 research center, that is എന്താണ്? അന്റാർട്ടിക്ക, ദാറ്റ് ഈസ് മൈത്രി ആൻഡ് ഭാരതി. ഇനി നമുക്ക് അടുത്ത കോണ്ടിനെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ടു ലാൻഡ് അഡ്വഞ്ചറസ് ഏൻഷ്യൻറ്റ് മറൈനേഴ്സ്. മറൈനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാവികർ, കപ്പലോട്ടുന്ന ആൾക്കാർ. ഇറ്റ് വാസ് ദി ഹിസ്റ്റോറിക് വോയേജസ് ഓഫ് അഡ്വഞ്ചറസ് മറൈനേഴ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ കണക്റ്റിംഗ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ സാഹസികരായ ഒരുപാട് നാവികരുണ്ടായതുകൊണ്ടാണ് നമ്മുടെ ലോകത്തിലെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായത്, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് പുതിയ റൂട്ട്സ് ഒക്കെ കണ്ടുപിടിച്ചത്. യു ഹാവ് ബീൻ ഫെമിലറൈസ്ഡ് വിത്ത് വാസ്കോ ഡ ഗാമസ് വോയേജ് ടു ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്. അപ്പോൾ നമുക്കറിയാമല്ലോ, വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നതൊക്കെ നമുക്കറിയാം. ഇസ് വോയേജസ് ടു ഇന്ത്യ ബൈ സീ ഹാവ് എ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്.
അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയ്ക്ക് ഹിസ്റ്ററിയിൽ ഇടം പിടിച്ചതാണ്. ഫ്രം വിച്ച് കോണ്ടിനെൻറ്റ് ഡിഡ് ഹി സ്റ്റാർട്ട് ദ ജേർണി ടു ഇന്ത്യ? ഇന്ത്യയിലേക്കുള്ള ജേർണി ആരംഭിച്ച എവിടെയാണ്? അദ്ദേഹം ഒരു പോർച്ചുഗീസുകാരനാണ്. അപ്പം പോർച്ചുഗീസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് യൂറോപ്പ്. ഓക്കെ, ഷാൾ വി ട്രാവൽ ടു ദ ലാൻഡ് ഓഫ് വാസ്കോ ഡ ഗാമ ഹു ഇൻഫ്ലുവൻസ്ഡ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ? അപ്പം നമുക്ക് വാസ്കോ ഡ ഗാമയുടെ നാട്ടിലേക്ക് ഒരു യാത്ര പോയാലോ? ഐഡൻറ്റിഫൈ ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിൻ്റെ നാച്ചുറൽ ബോർഡേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ സെർട്ടൈൻ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ കുറച്ച് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. മൗണ്ടൻ റേഞ്ചസ് ലൈക്ക് ദ ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് ദ കാർപ്പാത്തിയൻ. ഓക്കെ, കാർപ്പാത്തിയൻ, ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപ്പാത്തിയൻ, ഇതൊക്കെ അവിടെയുള്ള മൗണ്ടൻ റേഞ്ചസിൻ്റെ പേരാണ്. ഓർമ്മിച്ച് വെക്കുക ഏതൊക്കെയാണ്? ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് കാർപ്പാത്തിയൻ. ബ്ലാക്ക് ഫോറസ്റ്റ് നമുക്കറിയാലോ അല്ലേ, നമ്മളെപ്പോഴും കഴിക്കുന്ന കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ. സം ഓഫ് ദ ലോങ്ങസ്റ്റ് റിവേഴ്സ് ഇൻ ദ വേൾഡ് സച്ച് ആസ് ഡാന്യൂബ്. ഇപ്പോൾ നീളമേറിയ കുറേ നദികളുണ്ട്, അതിൽ ചിലതാണ് ഡാന്യൂബ്, പിന്നെ വോൾഗ ആൻഡ് റൈൻ. ഇതൊക്കെ ഇതിലൂടെയാണ്, ത്രൂ ദീസ് കോണ്ടിനെൻറ്റിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മൗണ്ടൻ റേഞ്ചസിൻ്റെ പേര് മറക്കേണ്ട, ആൽപ്സും ബ്ലാക്ക് ഫോറസ്റ്റും കാർപ്പാത്തിയനുമാണ്. അതേപോലെ റിവേഴ്സിൻ്റെ പേര് ഡാന്യൂബ്, വോൾഗ ആൻഡ് റൈൻ. ഓക്കെ, ദർ ആർ ഫെർട്ടൈൽ പ്ലെയിൻസ് ആൻഡ് ഗ്രാസ് ലാൻഡ് ഇൻ യൂറോപ്പ്. ഫെർട്ടൈൽ പ്ലാൻസും അതേപോലെ ഗ്രാസ് ലാൻഡൊക്കെ ഉണ്ട്, പുൽമേടുകളൊക്കെ ഉണ്ട്. ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ദ യൂറോപ്പ് ആർ നോൺ ആസ് സ്റ്റെപ്പ്. എന്താണ് അവിടുത്തെ സ്റ്റെപ്പി എന്നാണ് അവിടുത്തെ പുൽമേടുകളെ പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പേ സാവന്ന എന്നൊരു പഠിച്ചിരുന്ന ഒരു വേർഡ് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണ് പറയുന്നത്? ഗ്രാസ് ലാൻഡിൻ്റെ പേരെന്താണ്? സ്റ്റെപ്പി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, certain areas in the northern coastlines in Europe enrich special geography features known as fjords or ഫ്ലോർസ്. ഓക്കെ, ഫിജോർഡ്സ് ഓർ ഫ്യോർഡ് എന്ന് പറഞ്ഞ ഒരു ഭൂപ്രകൃതിനാൽ ഫ്ലറിഷ്ഡ് ആണ്. എന്താണ് ഫിജോർഡ്സും ഫിയോർഡ്സും? അതായത് അത് നമുക്ക് നോക്കാം. Fjords are the coastal regions that are formed out of glacial action and surrounded mountains or steep slopes. ഇതാണ് ഫിജോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് പർവ്വതങ്ങളാൽ മൗണ്ടൻ റേഞ്ചസ് ആണ് ചുറ്റുള്ളത്, കുത്തനെയുള്ള ചെരിവുണ്ട്, അതിൻ്റെ ഇടയിലുള്ള ഇടുങ്ങിയൊരു കടൽ തീരം, അതാണ് ഈ ഫിയോർഡ് അല്ലെങ്കിൽ ഫിജോർഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എവിടെ? യൂറോപ്പിലേ കാണാൻ കഴിയുള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കാം. ഫ്രം വിച്ച് കോണ്ടിനെൻറ്റ് ഡിഡ് വാസ്കോ ഡ ഗാമ സ്റ്റാർട്ട് ഹിസ് ജേർണി ടു ഇന്ത്യ? ഇന്ത്യയിലേക്കുള്ള ജേർണി ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് ആരംഭിച്ചത്? കോണ്ടിനെൻറ്റിൽ നിന്നാണ് ആരംഭിച്ചത്. ഓഫ് കോഴ്സ് യൂറോപ്പാണ്. നെയിം 2 ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ചസ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ്, ആൽപ്സ് ആൻഡ് കാർപ്പാത്തിയൻ മൗണ്ടൻസ്. വാട്ട് ആർ ദ മേജർ റിവേഴ്സ് ഓഫ് യൂറോപ്പ്? യൂറോപ്പിലെ റിവേഴ്സ് ഏതൊക്കെയാണ്? ഡാന്യൂബ്, വോൾഗ, റൈൻ. വാട്ട് ആർ ദ ഗ്രാസ് ലാൻഡ്സ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് കോൾഡ്? ഈസ്റ്റേൺ യൂറോപ്പിലുള്ള ഗ്രാസ് ലാൻഡിന് ഒരു പ്രത്യേക പേര് പറയും, അതിൻ്റെ പേരെന്താണ്? മറന്നുപോകരുത്, സ്റ്റെപ്പി. വാട്ട് ആർ ദ ഫിജോർഡ്സ് ആൻഡ് വേർ ആർ ദേ ഫൗണ്ട്? എന്താണ് ഫിജോർഡ്സ്? അത് എവിടെയാണ് കാണുന്നത്? ഫിജോർഡ്സ് ആർ നാരോ കോസ്റ്റൽ ഇൻലെറ്റ്സ് ഫോംഡ് ബൈ ഗ്ലേസിയർ ആക്ഷൻ ഫൗണ്ട് ഇൻ നോർവേ. ഡിസ്ക്രൈബ് ക്ലൈമറ്റ് ഇൻ യൂറോപ്പ്. ഇനി യൂറോപ്പിലെ ക്ലൈമറ്റിനെ നമുക്ക് കുറിച്ച് പറയാം. യൂറോപ്പ് ജനറലി എക്സ്പീരിയൻസ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് വിത്ത് സ്നോഫോൾ ഇൻ ദ നോർത്ത് ഡ്യൂറിങ് വിൻറ്റേഴ്സ്. മിതമായ ചൂടും തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. വിൻ്റർ സമയമാകുമ്പോൾ അവിടെ സ്നോഫാളൊക്കെ, മഞ്ഞ് വീഴ്ച, നമ്മൾ ടി വിയിലൊക്കെ കാണല്ലോ, മഞ്ഞ് വീഴ്ചയൊക്കെ അവിടെ സാധാരണയാണ്. വാട്ട് ആർ ഫിജോർഡ്സ് ആൻഡ് വേർ ദ ഫൗണ്ട്? അത് നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് ആൽപൈൻ റീജിയൻ ഫേമസ് ഫോർ? ആൽപൈൻ റീജിയൻ എന്തിനാണ് പ്രസിദ്ധമായത്? ഗ്രാസ് ലാൻഡിന് പ്രസിദ്ധമായ സ്ഥലമാണ് യൂറോപ്പിലെ ആൽപി. വാട്ട് ഈസ് ദ മെഡിറ്ററേനിയൻ റീജിയൻ ഓഫ് യൂറോപ്പ് നോൺ ഫോർ? മെഡിറ്ററേനിയൻ റീജിയൻ എന്തിനാണ് പ്രസിദ്ധമായത്? വൈൻയാർഡ്സ്, അതായത് മുന്തിരിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മെഡിറ്ററേനിയൻ മേഖല. ഓക്കെ, അപ്പം ക്ലൈമറ്റ് നമ്മൾ പറഞ്ഞു. വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലൂടെ അത് നമ്മൾ പറഞ്ഞു. യൂറോപ്പ് ജനറലി എക്സ്പീരിയൻസ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ്. സ്നോഫോൾ ഡ്യൂറിങ് വിന്റർ ഈസ് കോമൺ ഇൻ ദ നോർത്തേൺ റീജിയൻ ഓഫ് കോണ്ടിനെന്റ്. ഫ്ലോറ ആൻഡ് ഫോണ. ദ ആൽപൈൻ റീജിയൻ ഓഫ് യൂറോപ്പ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഗ്രാസ് ലാൻഡ് ആൻഡ് മെഡിറ്ററേനിയൻ റീജിയൻ ഫോർ വൈൻ യാർഡ്സ്. ആൽപൈൻ റീജിയൻസ് എന്തിനാണ് പ്രസിദ്ധമായത്? ഗ്രാസ് ലാൻഡിനും. അതേപോലെ മെഡിറ്ററേനിയൻ റീജിയൻ എന്തിനാണ് പ്രസിദ്ധമായത്? വൈൻ യാർഡ്സ്, അതായത് മുന്തിരിവള്ളികൾ. അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ നോക്കാം. കോക്ക് ട്രീസ്,
അതേപോലെ ആൽപ്പിൻ സ്റ്റെപ്പി ഗ്രാസ്ലാൻഡ്, പിന്നെ അതേപോലെ തന്നെ ലിങ്ക്സ്. ഇത്രയാണ് അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ. ഇനി അവിടുത്തെ റിവേഴ്സ് ആൻഡ് വാട്ടർ ബോഡീസ് നമുക്ക് നോക്കാം. സം ഓഫ് ദ ലോങ്സ്റ്റ് റിവേഴ്സ് ഇൻ ദ വേൾഡ്, ദ ഡാന്യൂബ്, വോൾഗ ആൻഡ് റൈൻ ഫ്ലോ ത്രൂ യൂറോപ്പ്. ദ റിവേഴ്സ് ഹെൽപ്പ് ഇൻ ഇറിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രേഡ്. യൂറോപ്പ് generally experience moderate heat and cold. The northern region experience snowfall during winter. The climate is influenced by latitude and proximity to seas and oceans. Flora and fauna നമ്മൾ പറഞ്ഞ ആൽപൈൻ റീജിയൻ ഈസ് യൂറോപ്പ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഗ്രാസ്ലാൻഡ്. മെഡിറ്ററേനിയൻ റീജിയൻ ഈസ് യൂസ്ഡ് നോൺ ഫോർ വൈൻ യാർഡ്സ്. അതേപോലെ ഓക്ക് ട്രീസും അവിടെ ഉണ്ട്. ആൽപൈൻ സ്റ്റെപ്പി ഗ്രാസ്ലാൻഡ് ഈസ് ഹോം ടു മെനി ആനിമൽസ് ഇൻക്ലൂഡിങ് ലിങ്ക്സ്. ഈ ഹ്യൂമൻ ലൈഫ്, യൂറോപ്പ് ഹാസ് എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. അവിടുത്തെ ആൾക്കാരുടെ ജീവിതത്തിനും ഭയങ്കര ലെവൽ കൂടിയതാണ്. ഇറ്റ് ഈസ് റിച്ച് ഇൻ ആർട്ട്, കൾച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ്. ആഥൻസ് ആൻഡ് റോം ആർ ദ എമംഗ് ദ മോസ്റ്റ് ഏൻഷ്യൻ സിറ്റീസ് ഇൻ ദ വേൾഡ്. ആഥൻസും റോമും ഒക്കെ ഏറ്റവും പഴക്കം ചേർന്ന സിറ്റീസാണ്. അതൊക്കെ എവിടെ ഉള്ളത്? യൂറോപ്പിലാണുള്ളത്. അതേപോലെ പാരീസ്, ലണ്ടൻ, ബെർലിൻ ആർ ഫേമസ് സെൻറ്റേഴ്സ് ഓഫ് ആർട്ട്, ഫാഷൻ ആൻഡ് ടെക്നോളജി. ആർട്ടിനും ഫാഷനും ഒക്കെ പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് പാരീസ്, ലണ്ടൻ, ബെർലിൻ. ഇതൊക്കെ എവിടെയാണുള്ളത്? യൂറോപ്പിലാണ്. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. യൂറോപ്യൻസ് ജനറലി മെയിൻറ്റെയിൻ എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. യൂറോപ്പ് ഈസ് എ കോണ്ടിനെൻറ്റ് റിച്ച് ഇൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ആഥൻസ് ആൻഡ് റോം, which are among the most ancient cities of the world, are situated in Europe. Cities such as Paris, London and Berlin are centers of art, ഫാഷൻ ആൻഡ് ടെക്നോളജി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്ക് വേറൊരു കോണ്ടിനെൻറ്റിനെ പറ്റി പഠിക്കാനുള്ളതാണ്. ഓസ്ട്രേലിയയെ കുറിച്ച് പഠിക്കാനാണ് നമുക്കുള്ളത്. ഇപ്പം നമ്മൾ അന്റാർട്ടിക്കയും യൂറോപ്പയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പേജ് നമ്പർ 99 നമുക്ക് ഓസ്ട്രേലിയയെ കുറിച്ച് പഠിക്കാം. കങ്കാരൂസ് ആർ ആനിമൽസ് വിത്ത് ലോട്ട്സ് ഓഫ് സ്പെഷ്യാലിറ്റീസ്. കങ്കാരൂസിനെ എല്ലാവർക്കും അറിയാലോ, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു മൃഗമാണ്, ഒരു ആനിമലാണ് നമ്മുടെ കങ്കാരു. ആസ്ട്രേലിയ ഈസ് ദ കോണ്ടിനെന്റ് വേർ ദീസ് ആർ ഫൗണ്ട്. അപ്പോൾ കങ്കാരുകളെ കാണപ്പെടുന്ന കോണ്ടിനെന്റ് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഓസ്ട്രേലിയ. ഓക്കെ, ഓസ്ട്രേലിയൻ ടീമിനെയൊക്കെ വിളിക്കുന്ന പേര് നിങ്ങൾക്ക് അറിയാലോ, കങ്കാരൂസ് എന്നാണ്. ഓക്കെ, let us inquire more about Australia, which is situated completely in the southern hemisphere. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലാണ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് സദേൺ ഹെമിസ്ഫിയറിലാണ് ഓസ്ട്രേലിയ കോണ്ടിനെൻറ്റ് ഉള്ളത്. ഓക്കെ, ഓസ്ട്രേലിയ ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ് ആൻഡ് ഈസ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ദ ഓഷ്യൻ. ഏറ്റവും ചെറിയ കോണ്ടിനെൻ്റ് ആണ്. ഓക്കെ, ഏറ്റവും വലിയ കോണ്ടിനെൻറ്റ് നമുക്കറിയാം ഏഷ്യയാണ്. ഇത് ഓസ്ട്രേലിയ സറൗണ്ടഡ് ബൈ സീസ് ആണ്. ചുറ്റും എന്താണ്? ചുറ്റും സമുദ്രമാണ്, ഓഷ്യൻസ് ആണ്. ഓക്കെ, ദ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഓസ്ട്രേലിയ. നമ്മൾ ഓരോ കോണ്ടിനെൻറ്റ് പഠിക്കുമ്പോഴും അവിടുത്തെ എന്താണ്, അവിടുത്തെ മൗണ്ടൻ റേഞ്ചസ്, അതേപോലെ അവിടുത്തെ റിവേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിലെ മൗണ്ടൻ റേഞ്ച് ആണ് ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്. ഗ്രേറ്റ് വിക്ടോറിയ ഈസ് വൺ ഓഫ് ദ മേജർ ഡെസേർട്ട് ഇൻ ഹിയർ. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഡെസേർട്ടാണ്, മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ. ഓക്കെ, the Great Barrier Reef is situated on the eastern coast of Australia, is made of coral reefs. ഗ്രേറ്റ് ബാരിയർ റീഫ് ഇതൊരു കോറൽ റീഫാണ്. കോറൽ റീഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പവിഴപ്പുറ്റ് കൊണ്ട് നിർമ്മിതമാണ് ഈ ഗ്രേറ്റ് ബാരിയർ റീഫ്. അതേപോലെ തന്നെ മുറേ ഡാർലിംഗ് റിവർ ബേസിൻ ഈസ് ഫെർട്ടൈൽ അഗ്രികൾച്ചർ റീജിയൻ ഇൻ ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ഇതിലെ ഒരു ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലയാണ് മുറേ ഡാർലിംഗ് ആ ഒരു റിവർ ബേസിൻ. ഇനി ക്ലൈമറ്റ് പറയാന്ന് വെച്ചാൽ ദ മേജർ ഏരിയ ഓഫ് ഓസ്ട്രേലിയ എക്സ്പീരിയൻസ് ആരിഡ് ക്ലൈമറ്റ്. ഒരു വരണ്ട കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. ആരിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈ. As we go to the interiors of the continent, intensity of dryness increases. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഡ്രൈനെസ് കൂടുതലാവാണ് ചെയ്യുന്നത്. ഇനി ഫ്ലോറ ആൻഡ് ഫോണ നോക്കാം. ഓസ്ട്രേലിയ, the isolated position of Australia resulted in the evolution of a flora and fauna in different way. നമ്മൾ പറഞ്ഞ ഇതിനൊരു ഒറ്റപ്പെട്ട ഐസോലേറ്റഡ് പൊസിഷനാണ് ഓസ്ട്രേലിയ ഉള്ളത്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്. ഓഷ്യൻസിനാണ് കവർ ചെയ്ത ഒരു പ്രദേശമാണ്, ഒരു കോണ്ടിനെൻ്റ് ആണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ ഒരു ഐസോലേറ്റഡ് ഫീലിംഗ് ആണ്, ഒരു ഒറ്റപ്പെട്ട സ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ അതേപോലെ ഫ്ലോറയും ഫോണയും ഒക്കെ അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആണ്. Marsupials and egg-laying mammals are examples of this.
മാർസൂപ്പിയലും അതേപോലെ മുട്ടയിടുന്ന മാമൽസും ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇനി ഓസ്ട്രേലിയ ഫ്ലോറ ആൻഡ് ഫോണ നമുക്ക് നോക്കാം. മാർസുപ്പിയാൽസ്. ഓക്കെ, മാർസുപ്പിയാൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ കാണുന്ന ഒരു ജന്തു വിഭാഗമാണ് മാർസുപ്പിയൽ എന്ന് പറഞ്ഞിട്ട്. മാർസുപ്പിയൽസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് ആനിമൽ സ്പെഷീസ് സീൻ ഇൻ ഓസ്ട്രേലിയ. കങ്കാരു ആൻഡ് കങ്കാരും കോലയാണ് ഈ മാർസുപ്പിയൻസിന് എക്സാമ്പിൾസ്. ക്യാരി ദെയർ യങ് വൺസ് ഇൻ ദിയർ ബെല്ലി പൗച്ചസ് ആർ എക്സാമ്പിൾ. അപ്പം ബെല്ലി പൗച്ചസിൽ വയറിനുള്ളിൽ എന്താണ്, ഒരു കുഞ്ഞുങ്ങളുടെ ഒരു സഞ്ചി ഉണ്ടാവും, ഒരു പൗച്ച് ഉണ്ടാവും, അതിനുള്ളിലാണ് ഈ കുട്ടികളെ കൊണ്ട് നടക്കുക. ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആനിമൽസിനെയാണ് നമ്മൾ മാർസുപ്പിയൽ എന്ന് പറയുക. അതിന് ഉദാഹരണമാണ് കങ്കാരും അതേപോലെ തന്നെ കോല, രണ്ടെണ്ണമാണ്. അപ്പാർട്ട് ഫ്രം ദിസ് egg laying mammals like platypus, echidna, or some other animals are seen in Australia. അതേപോലെ തന്നെ ഓസ്ട്രേലിയ മുട്ടയിടുന്ന സസ്തനികളായ മാമൽസ് ആയ പ്ലാറ്റിപ്പസും എക്കിഡ്നയും ഓർമ്മിച്ച് വെക്കുക. പ്ലാറ്റിപ്പസ്, എക്കിഡ്ന ഇതും നമ്മൾ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നു. ഇനി അവിടെ കാണുന്ന ട്രീസൊക്കെ ഏതാണ്? യൂക്കാലിപ്സ് ട്രീസും അതേപോലെ തന്നെ അക്കേഷ്യാണ്. ആൻഡ് നോൺ ആസ് വാറ്റിൽ ആർ പാർട്ട് ഓഫ് ദ ഫ്ലോറ ഹിയർ. അത് വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയൊക്കെ അവിടുത്തെ ചെടികളിൽ പെട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, കോല, യൂക്കാലിപ്സ്, അക്കേഷ്യയൊക്കെ നിങ്ങൾ ചിത്രം കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഹ്യൂമൻ ലൈഫ് നോക്കാം. ഓസ്ട്രേലിയ ഈസ് ദ ലാൻഡ് ഓഫ് മോഡേൺ സിറ്റീസ് ആൻഡ് ആൻഷ്യൻറ്റ് കൾച്ചർ. പുതിയ സിറ്റീസൊക്കെ ഉണ്ട്, മോഡേൺ സിറ്റീസൊക്കെ ഉണ്ട്, എന്നാലും ആൻഷ്യൻറ്റ് കൾച്ചേഴ്സും ഉള്ള ഒരു നാടാണ് ഓസ്ട്രേലിയ. ദ ഇൻഡിജിനിയസ് ട്രൈബൽ പീപ്പിൾ ഹിയർ പോസസ് എ വെരി റിച്ച് എത്തറ്റിക് കൾച്ചർ. ഇവിടെ കുറേ ട്രൈബൽസ് ഉണ്ട്. അതേപോലെ തന്നെ സിറ്റീസ് ലൈക്ക് സിഡ്നി, മെൽബൺ ആൻഡ് ബ്രിസ്ബെയിൻ ഫേമസ് ഫോർ ദ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മുടെ സിഡ്നി ഒളിമ്പിക്സ് ഒക്കെ നടന്ന സ്ഥലമാണ്. അതേപോലെ മെൽബൺ ടെന്നീസൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസിനൊക്കെ ഫേമസ് ആണ്. ഇനി ഇവിടുത്തെ കുറച്ച് വർക്ക്ഷീറ്റ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. റീജിയൻ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കോറൽ റീഫ്സ്. എന്താണ് കോറൽ റീഫ്സിൻ്റെ നമ്മൾ പറഞ്ഞു ദ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ഈ ഫെർട്ടൈൽ റിവർ ബേസിൻ ഏതാണ്? മുറേ, ഡാർലിംഗ് റിവർ ബേസിൻ. ഇനി മൗണ്ടൻ റേഞ്ചസ് നമ്മൾ പറഞ്ഞു ദ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ, ഹാവിങ് യു റിയലൈസ്ഡ് ഇൻ ഈച്ച് കോണ്ടിനെന്റ് ഹാസ് യൂണിക് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് പഠിച്ചു, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു അവസരം ലഭിച്ചാൽ നമ്മൾ ഏത് കോണ്ടിനെൻ്റ് ആയിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കുക. പിന്നെ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക, വുഡ് യു കോൺകർ ദ മൗണ്ടൻസ് ഓഫ് ഏഷ്യ, ഓർ വുഡ് യു ബ്രേവ്ലി ഫേസ് ദ എക്സ്ട്രീം കോൾഡ് ഇൻ അന്റാർട്ടിക്ക, ഓർ വേൾഡ് ഈസ് ഫുൾ ഓഫ് വണ്ടേഴ്സ് ദാറ്റ് ആർ യെറ്റ് ടു ബി എക്സ്പ്ലോർഡ്. അപ്പോൾ നമുക്കൊരു അവസരം കിട്ടിയാൽ എവിടെയായിരിക്കും നമ്മൾ പോകുക? ഏഷ്യയിലാണോ? ഏഷ്യയിലെ മൗണ്ടൻ റേഞ്ചസ് കോൺകർ ചെയ്യുമോ, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലെ എക്സ്ട്രീം ഹീറ്റ് കോൾഡ് എക്സ്പീരിയൻസ് ചെയ്യുമോ എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡ് ഹെയർഡ് ആക്ടിവിറ്റീസിൽ നമുക്ക് ഏഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയ കാണാം. ദ ലോങ്ങസ്റ്റ് കോണ്ടിനെൻറ്റ്, ദ കോണ്ടിനെൻറ്റ് വിച്ച് ഇസ് ഹയസ്റ്റ് പീക്ക്, ദ കോണ്ടിനെൻറ്റ് വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അതർ കോണ്ടിനെൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാം. അതിൻ്റെയൊക്കെ നോട്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ കോണ്ടിനെൻസിൻ്റെയും ഫ്ലോറയും ഫോണയും റിവേഴ്സും മൗണ്ടൻ റേഞ്ചസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒന്നായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.